എല്ലാവർക്കും നമസ്കാരം. ഇന്ന് 1201 ആണ്ട് ചിങ്ങമാസം 28-ാം തീയതി ശനിയാഴ്ച. ഇന്ന് നമുക്ക് എങ്ങനെയാണ് ഇന്നത്തെ നമുക്ക് ഫലം എന്ന് നോക്കാം. ശനിയാഴ്ചത്തെ പ്രാധാന്യമൊക്കെ അറിയാവുന്ന ശനി ഭഗവാനാണ്, അല്ലെങ്കിൽ ശനി എന്ന് പറയുന്ന പ്ലാനറ്റിനാണ് ഇന്ന് പ്രാധാന്യം. ശനിയുടെ മൂലമന്ത്രമാണ് ശനൈഹി ചരഹ എന്ന് പറയുന്ന ശനിയുടെ മൂലമന്ത്രമാണ് ഓം ശം ശനൈശ്ചരായ നമഃ. അപ്പോൾ ശനിദേവനെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ രാശിഫലം നോക്കാം. ആദ്യം നമുക്ക് മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ നോക്കാം, അല്ലെങ്കിൽ മേടക്കൂറുകാരുടെ ഫലം നോക്കാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തിക, കാൽ. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണ്, എന്നാൽ ഗുണാധിക്യമാണ് കാണുന്നത്. പ്രതീക്ഷിച്ച ചില കാര്യങ്ങൾക്ക് ചില തടസ്സങ്ങൾ നേരിടുമെങ്കിലും വൈകുന്നേരത്തോടുകൂടി അത് പ്രാവർത്തികമാകും എന്ന് ഉറപ്പ് കിട്ടുന്ന ഒരു ദിവസമായിരിക്കും. ശാരീരികമായി അലട്ടിക്കൊണ്ടിരിക്കുന്ന അസ്വസ്ഥതകൾക്കൊക്കെ ചെറിയ ആശ്വാസം ലഭിക്കുന്ന ദിവസമാണ്. പുതിയ ചികിത്സാ സമ്പ്രദായം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യം ഒത്തുവരുന്നതാണ്. എന്നാൽ ശനിയാഴ്ച രോഗചികിത്സ ആരംഭിക്കുന്നത് നല്ലതല്ല. ശനിയും ബുധനുമാണ് രോഗചികിത്സയ്ക്ക് നല്ലതല്ലാത്ത ദിവസം. എന്നാൽ വിദ്യാരംഭം കുറിക്കുന്നതിന് ശനി ഏറ്റവും നല്ല ഒരു ദിവസമായി കണക്കാക്കപ്പെടുന്നു. ദൂരയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്കും അതേപോലെ ഊഹക്കച്ചവടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കുമൊക്കെ ഇന്ന് വളരെ നിരാശാവഹമായൊരു ദിവസമായിരിക്കും. വളരെ വിപരീതമായ ഒരു ഫലമാണ് കണ്ടുവരുന്നത്. ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അത്ര തന്നെ ദോഷകരമല്ലാത്ത വരുമാനം ലഭിക്കുന്ന ഒരു ദിവസമാണ്. വൈകുന്നേരത്തോടുകൂടി കുറച്ചുകൂടി ഊർജ്ജസ്വലമായി കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നതാണ്. കലാസാങ്കേതിക വിദ്യകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കും ആ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്കും ഗുണകരമായൊരു ദിവസമായിരിക്കും ഇന്ന്. മറ്റു ചില തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക്, അധികാര പദവിയിലിരിക്കുന്നവർക്ക്, അല്ലെങ്കിൽ യൂണിഫോം ഇട്ട ജോലി ചെയ്യുന്നവർക്കൊക്കെ ഇന്ന് അനുകൂലമായൊരു ദിവസം തന്നെ ആണ്. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മുക്കാല്, രോഹിണി, മകയിരത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങൾക്കും ഒരു തീരുമാനമുണ്ടാകുന്ന ദിവസമാണ്. വിവാഹാദി കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ നിശ്ചയിക്കുന്നവർക്ക് വളരെ അനുകൂലമായ ഒരു മറുപടി ലഭിക്കുന്ന ദിവസമാണ്. അതേപോലെ വളരെ ഉത്സാഹത്തോടു കൂടി തുടങ്ങാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കും തടസ്സം കൂടാതെ മുൻപോട്ട് പോകാനുള്ള വഴി തെളിഞ്ഞു വരുന്നതാണ്. സാമ്പത്തിക സഹായം ലഭിക്കുന്ന ഒരു ദിവസമാണ്. ഈ വല്ല ഒരു മാനസികാവസ്ഥ ശരിയല്ലാത്തവർക്കും അതേപോലെ ശാരീരികമായി ദുരിതം അനുഭവിക്കുന്നവർക്കുമൊക്കെ കുറച്ച് ആശ്വാസം ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും. വലിയ പ്ലാനുകളൊക്കെ, വീട് പണിയാൻ അല്ലെങ്കിൽ ഗ്രഹം ഓടി പിടിപ്പിക്കാൻ അല്ലെങ്കിൽ വീട് വാങ്ങാൻ ഒക്കെ ആഗ്രഹിക്കുന്നവർക്കും വളരെ അനുഗ്രഹപ്രദമായൊരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഇന്നത്തെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർദം, മുക്കാല്. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണ്. ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്ക് അത് അധികരിക്കാനായിട്ടുള്ള സാധ്യത കാണുന്നു. വൈദ്യസഹായം തേടേണ്ടത് അത്യാവശ്യമാണ്. അലസതയും മടിയും എല്ലാം വെടിഞ്ഞ് ഏതെങ്കിലും വൈദ്യസഹായം തേടിയില്ലെങ്കിൽ അസുഖം നീണ്ടു നിൽക്കുന്നതായി കാണുന്നു. കാരണം ശനിയാഴ്ച ദിവസം തുടങ്ങുന്ന അസുഖങ്ങളെല്ലാം നീണ്ടുപോകുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് ശനിയാഴ്ച ദിവസം രോഗചികിത്സയ്ക്ക് നല്ലതല്ല എന്ന് പറയുന്നത്. ബുധനാഴ്ചയും ഒട്ടും തന്നെ നല്ലതല്ല. അതുകൊണ്ട് ഇന്ന് അസുഖം സ്റ്റാർട്ട് ചെയ്താൽ തീർച്ചയായും വൈദ്യസഹായം തേടേണ്ടത് അത്യാവശ്യമാണ്. നാളത്തേക്കായാൽ കുറച്ചുകൂടി നല്ലത്. സാമ്പത്തികമായ ബിസിനസ്സുകൾ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ സാമ്പത്തികമായ ഏതെങ്കിലും രീതിയിലുള്ള ഇടപാടുകൾ നടത്തുന്നവർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായൊരു ദിവസമായി കാണുന്നു. അതേപോലെ ദീർഘയാത്രയ്ക്ക് ആരംഭിക്കുന്നവർക്ക്, അത് സംബന്ധിച്ച് ജോലി ചെയ്യുന്നവർക്കൊക്കെ ഇന്ന് അനുകൂലമായൊരു ദിവസമാണ്. ശാന്തത ആഗ്രഹിക്കുന്നവർക്ക് ക്ഷേത്ര ദർശനം അല്ലെങ്കിൽ പിൽഗ്രിമേജുകളൊക്കെ വിസിറ്റ് ചെയ്യാനായിട്ട് നല്ലൊരു ദിവസമായിരിക്കും ഇന്ന്. പ്രതീക്ഷിച്ചിരിക്കാത്ത ലാഭങ്ങളും പ്രതീക്ഷിച്ചിരിക്കാത്ത ചില ഭയം ഉണ്ടാക്കുന്ന സംഭവങ്ങളുമൊക്കെ
ഇന്ന് വന്നു ചേരാൻ സാധ്യതയുണ്ട്. ഏതായാലും എല്ലാത്തിനും പരിഹാരം ഈശ്വര പ്രാർത്ഥനയാണ്. പരമാത്മാവിൽ വിശ്വസിച്ചുകൊണ്ട് ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. ഈശ്വര പ്രാർത്ഥന എല്ലാവിധ നന്മകളും നിങ്ങൾക്ക് തരുന്നതാണ്. സന്താനങ്ങളെക്കുറിച്ച് ചില ആശങ്കകൾ ഉള്ളത് തീർച്ചയായിട്ടും പരിഹരിക്കപ്പെടുന്നതാണ്. സന്താനങ്ങളെക്കുറിച്ച്, സന്താനങ്ങളുടെ വിവാഹത്തെക്കുറിച്ച് ഒക്കെയുള്ള കാര്യങ്ങൾക്ക് ചില തടസ്സങ്ങൾ കാണുന്നു, ചില തടസ്സങ്ങൾ ഉള്ളതായി കാണുന്നു. അടുത്തതായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദം, കാല്, പൂയം, ആയില്യം. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണ്, എങ്കിലും ഗുണാധിക്യമാണ് കാണുന്നത്. വിദ്യാർത്ഥികൾക്ക് ചില കലഹങ്ങളിലേർപ്പെട്ട് മനക്ലേശങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ആത്മനിയന്ത്രണം പാലിക്കേണ്ടതാണ്. അതേപോലെ തന്നെ നിയമപരമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക്, അതുപോലെ നിയമപരമായ ജോലിയിലേർപ്പെട്ടിരിക്കുന്നവർക്കൊക്കെ തീർച്ചയായിട്ടും ഇന്ന് പ്രതികൂലമായൊരു ദിവസമായിരിക്കും. യൂണിഫോം ഇട്ട ജോലി ചെയ്യുന്നവർക്കും പ്രതികൂലമായൊരു ദിവസമായിരിക്കും. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അത്ര അനുകൂലമായൊരു ദിവസമായിരിക്കുകയില്ല ഇന്ന്. അതേപോലെ ദീർഘയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക്, വിദേശയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക്, വിദേശ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് എല്ലാം തന്നെ വളരെ അനുകൂലമായൊരു ദിവസമാണ് ഇന്ന്. ഒരുപാട് കാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നടന്നേക്കാം എന്നുള്ള ഒരു പ്രതീക്ഷ വരുന്ന ഒരു ദിവസമായിരിക്കും. എന്നാൽ ചില ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ആയുധം കൊണ്ടുള്ള ജോലി അല്ലെങ്കിൽ ടൂൾസ് ഉപയോഗിച്ചുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള ജോലി അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് ചില ചെറിയ മുറിവുകൾ, ചതവുകൾ, ഒടിവുകളൊക്കെ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി മുമ്പോട്ട് പോയാൽ ഇന്നത്തെ ദിവസം താരതമ്യേന ഗുണകരമായിരിക്കും. അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാല്. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ സ്വന്തമായി ഏത് തൊഴിൽ ചെയ്യുന്നവർക്കും ഇന്ന് അനുകൂലമായൊരു ദിവസമാണ്. പഴയ ദിവസങ്ങളിലേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ടതായ ചില അനുഭവങ്ങൾ ഇന്ന് വന്നേക്കാം. ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്കും ആശ്വാസകരമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. കുടുംബത്തിൽ കലഹം ഉണ്ടെങ്കിൽ, കുടുംബ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മനപ്രയാസമുണ്ടാക്കുന്ന ചില സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതൊക്കെ ഇന്ന് പരിഹരിക്കപ്പെടുന്നതാണ്. വളരെ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോയാൽ വളരെ ലാഭം കൊയ്യുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. വൈകുന്നേരങ്ങളിൽ പ്രത്യേകിച്ചും ഗുണകരമായൊരു ദിവസമാണ്. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും അത്ര അനുകൂലമായൊരു ദിവസമായിരിക്കുകയില്ല ഇന്ന്. അതേപോലെ മെഡിക്കൽ ഫീൽഡിൽ പ്രവർത്തിക്കുന്നവർക്ക് അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം കുറച്ച് അനുകൂലമായി കാണുന്നു. ദീർഘമായ പരിപാടികളിൽ ഏർപ്പെടുന്നവർക്ക്, അതായത് വിദൂര ഭാവിയിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് ഉതകുന്ന രീതിയിലുള്ള സഹായങ്ങളൊക്കെ ലഭിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. എന്നാൽ ഉറ്റവരിൽ ചിലർക്ക് ചില ആപത്തുകൾ വന്ന് മനക്ലേശമുണ്ടാകാൻ സാധ്യതയുണ്ട്. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഇന്നത്തെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രമുക്കാല്, അത്തം, ചിത്തിര. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി തന്നെയാണ് കാണുന്നതെങ്കിലും വൈകുന്നേരത്തോടുകൂടി അപ്രതീക്ഷിതമായ ചില വ്യസനം, മനപ്രയാസം ഒക്കെ വന്നു ചേരാനായിട്ട് സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും സംസാരത്തിലൂടെ ഉണ്ടാകുന്ന കലഹങ്ങളോ അല്ലെങ്കിൽ വസ്തു ഇടപാടുകളെ സംബന്ധിച്ചുള്ള തർക്കങ്ങളോ സ്വന്തക്കാരുമായിട്ടുള്ള അഭിപ്രായ ഭിന്നതകളോ ഒക്കെയാണ് വന്നു ചേരാനായിട്ട് സാധ്യത. മുൻകാലങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ചില കേസുകൾ, വഴക്കുകളൊക്കെ പ്രതികൂലമായേക്കാം എന്നൊരാശങ്കയും വന്നു ചേരാൻ സാധ്യതയുണ്ട്. എന്നാൽ വൈകുന്നേരത്തോടുകൂടി എല്ലാത്തിനും ഒരു ശമനം ഉണ്ടാകുന്നതാണ്. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും അത്ര അനുകൂലമായൊരു ദിവസമായിരിക്കില്ല ഇന്ന്. എന്നാൽ ജോലി, പ്രത്യേകിച്ചും യൂണിഫോം ഇട്ട ജോലികളിലൊക്കെ ഏർപ്പെടുന്നവർക്ക് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. യാത്ര പുറപ്പെടാൻ ഇരിക്കുന്നവർക്ക് ചില തടസ്സങ്ങൾ വന്ന് ഭവിച്ചേക്കാം. സാമ്പത്തികമായ കാര്യങ്ങളിൽ ഇടപെടുന്നവർക്ക് അനുകൂലമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. കുറച്ച് നാളായി ആഗ്രഹിക്കുന്ന വിവാഹം അല്ലെങ്കിൽ വിവാഹത്തിനുള്ള അനുമതി ലഭിക്കലൊക്കെ
പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് പ്രതികൂലമായ മറുപടി ലഭിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ പിൽക്കാലത്ത് അതിനൊരു തീരുമാനമുണ്ടാകാനുള്ള സൂചനയും ലഭിക്കുന്നതാണ്. അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ ഇന്നത്തെ ഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിരാര, ചോതി, വിശാഖ, മുക്കാല്. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. എന്നാൽ ചില അപ്രതീക്ഷിതമായ വ്യക്തികളുടെ ഇടപെടൽ മൂലം ജീവിതത്തിൽ വളരെ മാറ്റങ്ങൾ വരുന്ന ഒരു ദിവസമാണ്. വളരെ ശ്രദ്ധയോടുകൂടി പുതിയ ബന്ധങ്ങളെയും പുതിയ കൂട്ടുകെട്ടുകളെയും കാണേണ്ടതാണ്. അനാവശ്യമായ കാര്യങ്ങളിൽ ചെന്നുപെടാനും അനാവശ്യമായ പ്രവർത്തികളിൽ ഏർപ്പെടാനുമൊക്കെ പ്രേരണ വരുന്ന ഒരു ദിവസമാണ് ഇന്ന്. അതൊഴിച്ചാൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ശുഭകരമായൊരു ദിവസമാണ്. സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ സാധാരണ എല്ലാ ജോലിയും ചെയ്യുന്നവർക്ക് ഇന്ന് അനുകൂലമായൊരു ദിവസമായിട്ടാണ് കാണുന്നത്. ക്ഷേത്ര ദർശനത്തിനും പുണ്യക്ഷേത്ര ദർശനത്തിനും അതേപോലെ പുണ്യകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള ഒരുക്കത്തിലിരിക്കുന്നവർക്കുമൊക്കെ വളരെ അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. യാത്രാ തടസ്സങ്ങളുള്ളതൊക്കെ മാറിക്കിട്ടുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. വിദേശയാത്രയ്ക്കോ വിദേശ ജോലിക്കോ ഒക്കെ ശ്രമിക്കുന്നവർക്കും ഇന്ന് അനുകൂലമായൊരു ദിവസമായി കാണുന്നു. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട്. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണ്. ഗുണാധിക്യമാണ് കാണുന്നത്. വളരെ ദിവസങ്ങളായി അനുഭവിച്ചുകൊണ്ടിരുന്ന മാനസിക സംഘർഷങ്ങളെല്ലാം പരിഹരിക്കപ്പെടുന്നതായിട്ട് കാണുന്നു. ആശ്വാസകരമായ ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേർന്നേക്കാം. ഇന്നത്തെ ദിവസം ചില തീരുമാനങ്ങൾ എടുക്കാനുള്ള ദിവസമാണ്. ഇന്ന് അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടിയും ബുദ്ധിപരമായും ആലോചിച്ച് എടുക്കേണ്ട തീരുമാനങ്ങളാണ് എന്ന് കാണുന്നു. ഗൃഹം നിർമ്മിതിക്കോ അല്ലെങ്കിൽ വീട് വാങ്ങാനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് വളരെയധികം പ്രതീക്ഷ ഉണ്ടാക്കുന്ന രീതിയിൽ കാര്യങ്ങൾ വന്ന് ഭവിക്കുന്നതാണ്. തൊഴിൽപരമായ അഭിവൃദ്ധിക്ക് പുറമെ സാമ്പത്തികമായ അഭിവൃദ്ധിയും കാണുന്നു. സന്താനങ്ങളെക്കുറിച്ചുണ്ടായിരിക്കുന്ന ആകാംക്ഷ അല്ലെങ്കിൽ ഉത്കണ്ഠയൊക്കെ ഒരുവിധം പരിഹാരം കണ്ടെത്തുന്നതാണ്. എന്നാൽ വളരെ ശ്രദ്ധിച്ച് പ്രാർത്ഥനയോടുകൂടിയും ഭക്തിയോടുകൂടിയും മുൻപോട്ട് പോകേണ്ടതാണ്. ചില പ്രധാന കാര്യങ്ങൾ നമുക്ക് മുടക്കം വരുന്നതായും കാണുന്നുണ്ട്. അടുത്തതായി നമുക്ക് ധനുക്കൂറിലെ രാശി ഫലം പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടം, കാല്. ഈ കൂറുകാർക്ക് ഈ നക്ഷത്രക്കാർക്ക് ഇന്ന് വളരെ അനുകൂലമായ ഒരു ദിവസമായിരിക്കും. എന്നാൽ കണ്ടകശനിയുടെ ചില ദോഷഫലങ്ങൾ ഉള്ളതുകൊണ്ട് വീഴ്ച, ഒടിവ്, ചതവ്, മുറിവ്, പൊള്ളൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ അനുഭവങ്ങൾ ഉണ്ടായേക്കാം. എന്നാൽ വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിലാണ് ശനി നിൽക്കുന്നത് എന്നുള്ളതുകൊണ്ട് വളരെയധികം ദോഷകരമായി ഒന്നും കാണുന്നില്ല. അടുത്തതായി അവരുടെ ചില സാമ്പത്തിക ഇടപാടുകളിൽ വരുന്ന മാറ്റങ്ങൾ പരിശോധിക്കാം. സാമ്പത്തിക ഇടപാടുകളിൽ അവർക്ക് കിട്ടാനുള്ള പണം കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ ഇന്ന് കൈവരുന്നതാണ്. കടം കൊടുക്കാതിരിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. ഇന്ന് കടം കൊടുക്കാൻ പറ്റിയ ഒരു ദിവസമായിരിക്കില്ല. വളരെ വിശ്വസിക്കാവുന്ന ആളുകൾ പോലും ചതിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി എല്ലാ കാര്യങ്ങളും ഇന്ന് തുടങ്ങുന്ന എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് ആവശ്യമാണ്. ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്കും അതേപോലെ ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്കും എല്ലാം വളരെ അനുകൂലമാണ്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായി കാണുന്നു. അടുത്തതായി നമുക്ക് മകരക്കൂറിലെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായി കാണുന്നു. വളരെ നാൾ പ്രതീക്ഷിച്ചിരുന്ന വിവാഹാധികാരികൾക്ക് തീരുമാനമുണ്ടാകുന്ന ഒരു ദിവസമാണ് ഇന്ന്. സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. എന്നാൽ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അത്ര തന്നെ അനുകൂലമായൊരു ദിവസമായിരിക്കുകയില്ല. ഇന്ന് വളരെയധികം സംഘർഷങ്ങൾ അനുഭവിക്കേണ്ട ഒരു ദിവസമായി കാണുന്നു. അതേപോലെ പ്രതീക്ഷിച്ചിരുന്ന പല അനുഭവങ്ങളും യാതൊരു തരത്തിലുള്ള ആനുകൂല്യങ്ങളും ഇല്ലാത്ത രീതിയിൽ വന്നു ഭവിക്കാനായിട്ട് സാധ്യത ഉണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി തന്നെ മുൻപോട്ട് പോകേണ്ട ഒരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഇന്നത്തെ ദിവസം പ്രതികൂലമായി തന്നെയാണ് കാണുന്നത്. ഇന്നത്തെ ദിവസം പൊതുവിൽ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പ്രതികൂലമായി കാണുന്നു. ഒരുപാട് നാളായി ആലോചിച്ചിരുന്ന ഗൃഹനിർമ്മാണം അല്ലെങ്കിൽ വസ്തു വാങ്ങൽ ഇതിനൊക്കെ ഒരു ആശ്വാസകരമായ
മറുപടി ലഭിക്കുന്നതാണ്. അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂരിട്ടാതി, മുക്കാലി. ഈ കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വളരെ സമാധാനപരമായ ഒരു ദിവസമായിരിക്കുമെന്ന്. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം മേലധികാരികളിൽ നിന്ന് ചില ശകാരങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ വന്നു ഭവിക്കാനും വൈകുന്നേരത്തോടുകൂടി അതൊക്കെ പരിഹരിക്കാനും സാധ്യതയുണ്ട്. ക്ഷേത്ര ദർശനം അനിവാര്യമാണ്. വളരെ ഭക്തിയോടും ഈശ്വരവിശ്വാസത്തോടും കൂടി മുൻപോട്ട് പോകേണ്ട ഒരു ദിവസമായിരിക്കുമെന്ന്. അവരവരുടെ വിശ്വാസമനുസരിച്ച് അവരവരുടെ ആചാരങ്ങളനുസരിച്ച് ഈശ്വര പ്രാർത്ഥന നടത്തേണ്ടതാണ്. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഇന്ന് അനുകൂലമായൊരു ദിവസമായിരിക്കും. അതേപോലെ തന്നെ നിയമപരമായ ജോലികൾ കൈകാര്യം ചെയ്യുന്നവർക്കും അധികാരമുള്ള ജോലികൾ കൈകാര്യം ചെയ്യുന്നവർക്കുമൊക്കെ അനുകൂലമായൊരു ദിവസമായിരിക്കുമെന്ന്. പ്രതീക്ഷകൾ പലതും നടന്നേക്കാൻ സാധ്യത ഉള്ള ഒരു ദിവസമാണ് ഇന്ന്. ദീർഘനാളായി ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും പല പരിപാടികളും നമ്മൾ വളരെ തന്മയത്വത്തോടു കൂടി ആലോചിച്ചൊക്കെ ചെയ്താൽ വളരെ ശുഭകരമായ മറുപടി ലഭിക്കുന്നതാണ്. കലഹത്തിന് സാധ്യതയുള്ളൊരു ദിവസമാണ് ഇന്ന്. അതുകൊണ്ട് കലഹമെല്ലാം ഒഴിവാക്കാൻ വളരെ അധികം ശ്രദ്ധിക്കണം. കുടുംബാന്തരീക്ഷം കലുഷിതമാകാനായിട്ട് സാധ്യത കാണുന്നുണ്ട്. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. പൂരിട്ടാതി കാല്, ഉത്രട്ടാതി, രേവതി ഉൾക്കൊള്ളുന്ന മീനക്കൂറുകാരുടെ ഇന്നത്തെ ഫലം വളരെ അനുകൂലമായിരിക്കും. സാമ്പത്തികമായ കാര്യങ്ങളെക്കുറിച്ചുള്ള ആകാംക്ഷയ്ക്ക് ഒരു പരിഹാരം ലഭിക്കുന്ന ദിവസമാണ് ഇന്ന്. സാമ്പത്തികമായി ചില വരുമാനങ്ങൾ വന്നു ചേരുന്നതോ അല്ലെങ്കിൽ സഹായഹസ്തങ്ങൾ വന്നു ചേരുന്ന ദിവസമായിരിക്കും. ഗ്രഹം വാങ്ങാനോ പുതുക്കി പണിയാനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ പല മറുപടികൾ ലഭിക്കുന്ന ദിവസമായിരിക്കും. വിവാഹാദി കാര്യങ്ങൾക്ക് തടസ്സപ്പെട്ട് കിടന്നിരുന്നവർക്ക് ഒരു വലിയ പ്രതീക്ഷ കൈവരുന്ന ഒരു ദിവസമായിരിക്കും. പുതിയ മേഖലകളിൽ സംരംഭം കുറിക്കാൻ അല്ലെങ്കിൽ ആരംഭം കുറിക്കാൻ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. സന്തോഷകരമായ ഒരുപാട് അനുഭവങ്ങളും ജീവിതത്തിൽ വന്ന് ചേരുന്ന ഒരു ദിവസമായിരിക്കുമെന്ന്. അതേപോലെ യാത്ര കൊണ്ടുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും. വളരെ നാളായി നമ്മൾ പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യം പൂർത്തിയാക്കാനായിട്ടുള്ള സാധ്യതയും ഇന്നത്തെ ദിവസം കാണുന്നു. ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ അനുഭവിക്കുന്നവർക്ക് അല്ലെങ്കിൽ കുറേ നാളുകളായി കിടപ്പിലായിരിക്കുന്ന രോഗികൾക്കൊക്കെ അത്ര തന്നെ ഗുണകരമായ ഒരു അവസ്ഥയല്ല കാണുന്നത്. രോഗം വർദ്ധിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. കുടുംബാംഗങ്ങളിൽ ചിലർക്ക് രോഗാസ്വാസ്ഥ്യങ്ങൾ മൂലം മനക്ലേശമുണ്ടാകാനുമുള്ള ഒരു സാധ്യത ഇന്നത്തെ ദിവസം കാണുന്നു. എല്ലാത്തിനും ഈശ്വരാധീനം ഉണ്ടായാൽ എല്ലാത്തിനും ഒരു പരിഹാരമാണ്. അതുകൊണ്ട് ഈശ്വര പ്രാർത്ഥനയിൽ ശ്രദ്ധിക്കുക. ഈശ്വര പ്രാർത്ഥനയോടുകൂടി ദിവസം തുടങ്ങുക. എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായും വലിയ സംഘർഷങ്ങളില്ലാതെയും പൂർത്തിയാക്കാനായി ഈശ്വരാധീനം ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് വീണ്ടും നാളെ കാണാം. അതുവരെ എല്ലാവർക്കും ഈശ്വരാധീനം ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഹിമാലയ പർവ്വതനിരകളിൽ ജമ്മുകാശ്മീരിലെ ത്രികൂട പർവ്വതത്തിൽ ദുർഗയുടെ ഒരു രൂപമായി കുടികൊള്ളുന്ന മാതാ വൈഷ്ണോദേവി ക്ഷേത്രം ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ഭക്തരുടെ ആത്മീയ കേന്ദ്രമാണ്. പുരാണങ്ങൾ, ഐതിഹ്യങ്ങൾ, ചരിത്രം എന്നിവയുടെ ഒരു സമ്മിശ്രണം ഈ പുണ്യസ്ഥലത്തെ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വേറിട്ട് നിർത്തുന്നു. ആത്മീയ ഊർജം നിറഞ്ഞു നിൽക്കുന്ന ഈ ഗുഹയിലേക്കുള്ള തീർത്ഥാടനം ഓരോ ഭക്തനും ഒരു ജീവിതാനുഭവമാണ്. പുരാണ ഗ്രന്ഥങ്ങളായ വരാഹ മഹാപുരാണം, ലക്ഷ്മി നാരായണ സംഹിത എന്നിവയിൽ ദേവിയെ വിഷ്ണുപ്രിയ അഥവാ വിഷ്ണുവിന്റെ പ്രിയപ്പെട്ടവളെന്ന് വിശേഷിപ്പിക്കുന്നു. ഇത് പ്രപഞ്ചത്തെ സംരക്ഷിക്കുന്നതിൽ അവർക്കുള്ള നിർണായക പങ്കിനെ സൂചിപ്പിക്കുന്നു. വൈഷ്ണോദേവി ആരാണ് ഈ ദേവി? ഹിന്ദു വിശ്വാസമനുസരിച്ച് വൈഷ്ണോദേവി മഹാസരസ്വതി, മഹാലക്ഷ്മി,
മഹാകാളി എന്നീ 3 ദേവിമാരുടെ ശക്തികളുടെ ഏകീകൃത രൂപമാണ്. ഭക്തർക്ക് ഈ ദേവി മാതാറാണി, ത്രികുടാംബ, വൈഷ്ണവി എന്നിങ്ങനെ വിവിധ പേരുകളിൽ അറിയപ്പെടുന്നു. ഈ ദേവിയെ മഹാവിഷ്ണുവിന്റെ ശക്തിയുടെയും രൂപമായിട്ടാണ് ഭക്തർ കാണുന്നത്. പുരാണങ്ങളിൽ ദേവി ഒരു അവിവാഹിത രൂപമായിട്ടാണ് പ്രത്യക്ഷപ്പെടുന്നത്. യഥാർത്ഥത്തിൽ വൈഷ്ണോദേവി ത്രിശക്തികളുടെ ഒരു സംയുക്ത അവതാരമാണ്. അതുകൊണ്ടാണ് ക്ഷേത്രത്തിലെ പ്രധാന ഗുഹയിൽ 3 പിണ്ടികളുടെ രൂപത്തിൽ ദേവിയെ ആരാധിക്കുന്നത്. വൈഷ്ണോദേവി ക്ഷേത്രത്തിന്റെ പഴക്കം 1 ദശലക്ഷം വർഷത്തോളം വരുമെന്നാണ് ഗുഹയെക്കുറിച്ചുള്ള ഭൗമശാസ്ത്രപരമായ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഋഗ്വേദത്തിൽ പോലും ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ത്രികൂടമലയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഇത് ഈ പുണ്യസ്ഥലത്തിന്റെ പ്രാചീനതയെ എടുത്തു കാണിക്കുന്നു. ഐതിഹ്യമനുസരിച്ച് വൈഷ്ണോദേവിയുടെ യഥാർത്ഥ വാസസ്ഥലം കത്രയ്ക്കും ഗുഹയ്ക്കുമിടയിലുള്ള അർദ്ധകുമാരി എന്ന സ്ഥലത്തായിരുന്നു. അവിടെ വെച്ച് തന്ത്രികനായ ഭൈരവ്നാഥിന്റെ ദുഷ്ചിന്തകളിൽ നിന്ന് രക്ഷ നേടാൻ ദേവി 9 മാസം തപസ് ചെയ്തു. ഈ സമയം ഹനുമാൻ ദേവിക്ക് കാവലായി നിന്നു. ഇത് ഒരു കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിൽ കഴിയുന്ന 9 മാസത്തെ ജീവിതത്തെ പ്രതീകാത്മകമായി ഓർമ്മിപ്പിക്കുന്നു. പിന്നീട് ദേവിക്ക് സ്വപ്നദർശനം ലഭിച്ച പണ്ഡിറ്റ് ശ്രീധറാണ് ഗുഹ കണ്ടെത്തിയതെന്നാണ് വിശ്വാസം. ശ്രീധരന് ദർശനം നൽകിയ ദേവി ത്രികൂട പർവ്വതനിരകളിലെ ഗുഹയിൽ തന്നെ കണ്ടെത്താൻ ആവശ്യപ്പെട്ടു. വഴിതെറ്റിപ്പോകുമ്പോൾ സ്വപ്നത്തിലെ ദൃശ്യം വീണ്ടും പ്രത്യക്ഷപ്പെടുകയും ഒടുവിൽ അദ്ദേഹം ഗുഹയിലെത്തുകയും ചെയ്തു. അവിടെ 3 തലകളുള്ള ഒരു ശിലാരൂപം അദ്ദേഹം കണ്ടു. അത് മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നീ ദേവിമാരുടെ പ്രതിരൂപങ്ങളാണെന്ന് പിന്നീട് വൈഷ്ണോദേവി അദ്ദേഹത്തിന് വെളിപ്പെടുത്തി. ഈ ശിലാരൂപങ്ങളാണ് ഇന്ന് ഭക്തർ പൂജിക്കുന്ന ഹോളി പിണ്ടീസ് എന്നറിയപ്പെടുന്ന 3 പ്രതിഷ്ഠകൾ. മഹാഭാരതത്തിലും വൈഷ്ണോദേവി ക്ഷേത്രത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. കുരുക്ഷേത്ര യുദ്ധത്തിന് തൊട്ടു മുൻപ് വിജയം നേടുന്നതിനായി അർജുനൻ ശ്രീകൃഷ്ണന്റെ ഉപദേശമനുസരിച്ച് ദുർഗാദേവിയെ ആരാധിച്ചു. അർജുനന്റെ ഭക്തിയിൽ സന്തുഷ്ടയായ മാതാ ദുർഗ വൈഷ്ണോദേവിയുടെ രൂപത്തിൽ അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഈ കൂടിക്കാഴ്ച നടന്നത് ജംബു, അതായത് ഇന്നത്തെ ജന്മു മലനിരകളിലാണെന്ന് പറയപ്പെടുന്നു. ഈ സംഭവത്തിന് നന്ദി സൂചകമായി പാണ്ഡവർ ആദ്യമായി കോൽക്കണ്ടോലിയിലും ഭവനിലും ക്ഷേത്രങ്ങൾ പണിതുവെന്നും വിശ്വസിക്കപ്പെടുന്നു. ത്രികുട പർവ്വതത്തിന് സമീപമുള്ള ഒരു മലയിൽ കാണുന്ന 5 പാറ രൂപങ്ങൾ പാണ്ഡവരുടെ പ്രതീകങ്ങളാണെന്നാണ് ഭക്തരുടെ വിശ്വാസം. വൈഷ്ണോദേവി ക്ഷേത്രത്തിന്റെ ഏറ്റവും പ്രസിദ്ധമായ ഐതിഹ്യം പണ്ഡിറ്റ് ശ്രീധറിന്റെയും ഭൈരവ്നാഥിന്റെയും കഥയാണ്. ഏകദേശം 700 വർഷങ്ങൾക്ക് മുൻപ് ത്രികൂട ഗ്രാമത്തിൽ ശ്രീധർ എന്ന ഒരു ഭക്തനായ ബ്രാഹ്മണൻ ജീവിച്ചിരുന്നു. ദാരിദ്ര്യം കാരണം അദ്ദേഹത്തിന് ഭണ്ഡാര സദ്യ നടത്താൻ കഴിഞ്ഞില്ല. എന്നാൽ മാതാ വൈഷ്ണോദേവി ഒരു പെൺകുട്ടിയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തെ സഹായിക്കുകയും വലിയൊരു ഭണ്ഡാര നടത്താൻ സഹായിക്കുകയും ചെയ്തു. ആ സദ്യയിൽ ഭൈരവ്നാഥ് എന്നൊരു ദുർമന്ത്രവാദി പെൺകുട്ടിയെ കാണുകയും അവളുടെ സൗന്ദര്യത്തിൽ മോഹിതനായി പിന്തുടരുകയും ചെയ്തു. അവനിൽ നിന്ന് രക്ഷപ്പെടാനായി ദേവി ഗുഹകളിലൂടെയും മലകളിലൂടെയും ഓടി. യാത്രക്കിടെ ബഗംഗ നദിയുടെ തീരത്തുള്ള ഒരു സ്ഥലത്ത് ദേവി തലമുടി കഴുകുകയും ഒരു ഹനുമാൻ ക്ഷേത്രം സ്ഥാപിക്കുകയും ചെയ്തു. പിന്നീട് ഭൈരവനാഥിനെ തടയാൻ ഹനുമാനെ നിയോഗിച്ച് ദേവി 9 മാസം ഒരു ഗുഹയിൽ തപസ്സനുഷ്ഠിച്ചു. ഈ ഗുഹയാണ് ഇന്ന് അർദ്ധകുൻവാരി എന്നറിയപ്പെടുന്നത്. ഈ ഗുഹയിൽ പ്രവേശിക്കാൻ ഭൈരവനാഥ് ശ്രമിച്ചപ്പോൾ ദേവിക്ക് തന്റെ യഥാർത്ഥ രൂപമായ ദുർഗയായി മാറേണ്ടി വന്നു. ഒടുവിൽ ദേവി ഭൈരവനാഥിന്റെ ശിരസ് വാളുകൊണ്ട് ഛേദിച്ചു. ശിരസ് വീണ സ്ഥലം പിന്നീട് ഭൈരവ് ഘാട്ടി എന്നറിയപ്പെട്ടു. മരണം അടുത്തെത്തിയപ്പോൾ ഭൈരവനാഥ് ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് ചോദിച്ച് മാതാവിനോട് മോക്ഷം യാചിച്ചു. ദയാലുവായ ദേവി അദ്ദേഹത്തിന് മോക്ഷം നൽകി. ഭൈരവനാഥിന്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്താതെ വൈഷ്ണോദേവി യാത്ര പൂർണ്ണമാകില്ലെന്നും ദേവി അനുഗ്രഹിച്ചു. ഈ ഐതിഹ്യം ഭക്തർക്ക് മാതാവിന്റെ കരുണയുടെയും നീതിയുടെയും സന്ദേശം നൽകുന്നു. മാതാ വൈഷ്ണോദേവി ക്ഷേത്രത്തിലേക്കുള്ള തീർത്ഥാടനം കത്ര പട്ടണത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അവിടെ നിന്ന് 5200 അടി ഉയരത്തിലുള്ള ഗുഹാക്ഷേത്രത്തിലേക്ക് കാൽനടയായി യാത്ര ചെയ്യണം. ഈ കാൽനടയാത്ര ഭക്തിയും ആവേശവും നിറഞ്ഞതാണ്.
ജയ് മാതാദി എന്ന മുദ്രാവാക്യം മുഴക്കി ലക്ഷക്കണക്കിന് ഭക്തരാണ് ദിവസവും ഈ ദുർഘടമായ പാതയിലൂടെ സഞ്ചരിക്കുന്നത്. ഈ യാത്രയിൽ പാതയോരങ്ങളിൽ ദേവിയെ സ്തുതിച്ചുകൊണ്ടുള്ള ഭക്തിഗാനങ്ങൾ മുഴങ്ങിക്കൊണ്ടിരിക്കും. ഇത് ഭക്തർക്ക് കൂടുതൽ ഊർജവും ആത്മീയ പ്രചോദനവും നൽകുന്നു. ഭൈരവ്നാഥുമായി ബന്ധപ്പെട്ട ഐതിഹ്യം ഈ തീർത്ഥാടനത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ്. മുതിർന്നവർക്കും കുട്ടികൾക്കും വേണ്ടിയുള്ള ഡോളി സേവനങ്ങളും ഹെലികോപ്റ്റർ സേവനങ്ങളും ലഭ്യമാണ്. ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഗുഹയ്ക്കുള്ളിൽ പ്രതിമകൾക്ക് പകരം 3 വിശുദ്ധ പിണ്ടികളെയാണ് ആരാധിക്കുന്നതെന്നതാണ്. ഈ പിണ്ടികൾ മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നിവരുടെ പ്രതീകങ്ങളാണ്. ഗുഹയുടെ പ്രവേശന കവാടം മുതൽ അകത്തേക്ക് ബഗംഗ നദിയിലെ തണുത്ത വെള്ളം ഒഴുകുന്നുണ്ട്. ഈ പുണ്യജലത്തിലാണ് ദേവിയുടെ പാദങ്ങൾ കഴുകുന്നത്. ഈ 3 പിണ്ടികളുടെ ദർശനം ഓരോ ഭക്തനും ഒരു ദിവ്യാനുഭവമായി കരുതുന്നു. 19-ാം നൂറ്റാണ്ടിൽ 1846 മഹാരാജ ഗുലാബ് സിംഗ് സ്ഥാപിച്ച ധർമാർത്ത് ട്രസ്റ്റിന്റെ കീഴിലായിരുന്നു ഈ ക്ഷേത്രം. എന്നാൽ 1986 അന്നത്തെ ജമ്മു കശ്മീർ ഗവർണർ ജഗ്മോഹൻ ക്ഷേത്രത്തിന്റെ ഭരണം ഒരു പ്രത്യേക ട്രസ്റ്റിന് കീഴിലാക്കി. ഇന്ന് ശ്രീ മാതാ വൈഷ്ണോദേവി ഷ്രൈൻ ബോർഡ് എന്ന സ്ഥാപനമാണ് ക്ഷേത്രത്തിന്റെയും അനുബന്ധ സൗകര്യങ്ങളുടെയും ഭരണം നടത്തുന്നത്. ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണറാണ് ഈ ബോർഡിന്റെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ. വിവിധ റിപ്പോർട്ടുകൾ അനുസരിച്ച് വൈഷ്ണോദേവി ക്ഷേത്രം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രങ്ങളിലൊന്നാണ്. പ്രതിവർഷം ലക്ഷക്കണക്കിന് ഭക്തർ കോടിക്കണക്കിന് ഡോളറിന്റെ വരുമാനം ക്ഷേത്രത്തിന് നൽകുന്നു. 2000-2020 കാലഘട്ടത്തിൽ മാത്രം 1800 കിലോയിലധികം സ്വർണവും 4700 കിലോയിലധികം വെള്ളിയും 2000 കോടി രൂപയിലേറെയും സംഭാവനയായി ലഭിച്ചിട്ടുണ്ട്. നവരാത്രിയും ദീപാവലിയുമാണ് വൈഷ്ണോദേവി ക്ഷേത്രത്തിൽ ആഘോഷിക്കുന്ന ഏറ്റവും പ്രധാന ഉത്സവങ്ങൾ. നവരാത്രി കാലത്ത് ദേവിയുടെ വിജയം ആഘോഷിക്കുന്നതിനായി ക്ഷേത്രം അതിമനോഹരമായി അലങ്കരിക്കുകയും പ്രത്യേക പൂജകൾ നടത്തുകയും ചെയ്യുന്നു. ഈ സമയങ്ങളിൽ തീർത്ഥാടകരുടെ എണ്ണം 1 കോടിയിലധികം എത്താൻ സാധ്യതയുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. ദീപാവലി ദിനത്തിൽ ദീപങ്ങൾ കൊണ്ട് ക്ഷേത്രം ദീപ്തമാക്കുകയും തിന്മയുടെ മേൽ നന്മ നേടിയ വിജയത്തെ ഭക്തർ ആഘോഷിക്കുകയും ചെയ്യുന്നു. വൈഷ്ണോദേവിയിലേക്കുള്ള യാത്ര വെറുമൊരു തീർത്ഥാടനമല്ല, മറിച്ച് മനസ്സിനും ശരീരത്തിനും ആത്മീയമായ ഉണർവ് നൽകുന്ന ഒരു അനുഭവമാണ്. പ്രകൃതിയുടെ സൗന്ദര്യവും ആത്മീയ ഊർജവും ഒന്നുചേരുന്ന ഈ പുണ്യസ്ഥലം ഓരോ ഭക്തനെയും മാതാറാണിയുടെ അനുഗ്രഹത്തിലേക്ക് നയിക്കുന്നു. കാലങ്ങളോളം പഴക്കമുള്ള ചരിത്രവും ഐതിഹ്യങ്ങളും ആഴത്തിലുള്ള ആത്മീയ പ്രാധാന്യവും കൊണ്ട് മാതാ വൈഷ്ണോദേവി ക്ഷേത്രം ലക്ഷക്കണക്കിന് ആളുകൾക്ക് വിശ്വാസത്തിന്റെയും പരിവർത്തനത്തിന്റെയും പ്രതീകമായി നിലകൊള്ളുന്നു. നമസ്കാരം, ഗുഡ് മോർണിംഗ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം പുതിയൊരു രാവിലെയിലേക്ക്, പുതിയൊരു വാർത്താ ദിനത്തിലേക്ക്. നമ്മൾ എല്ലാ ദിവസവും പറയുന്നത് പോലെ തന്നെ ഒരുപാട് വാർത്തകളുടെ കുത്തൊഴുക്കുള്ള ഒരു ദിവസം തന്നെയാണ് ഇന്നും. അപ്പോൾ എല്ലാ വാർത്തകളും നമുക്ക് വിശദമായി പരിശോധിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങുകയാണ്. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മണിപ്പൂരിൽ ചുരാചന്ദ്പൂരിലും ഇംഫാലിലും സന്ദർശനം. മണിപ്പൂരിന്റെ വികസനമാണ് ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി. മോദിക്ക് ആത്മാർത്ഥതയില്ലെന്ന് കോൺഗ്രസ്. കർണാടകയിൽ ആൾക്കൂട്ടത്തിലേക്ക് ട്രക്ക് പാഞ്ഞു കയറി 9 മരണം, 20-ലധികം പേർക്ക് പരുക്ക്. അപകടത്തിൽപ്പെട്ടത് ഗണേശ വിഗ്രഹ ഘോഷയാത്രയിൽ പങ്കെടുത്തവർ. ഇന്ത്യക്കെതിരെ ഇരട്ട തീരുവ ഏർപ്പെടുത്തിയത് ഭിന്നതകൾക്ക് ഇടയാക്കിയെന്ന് ഡൊണാൾഡ് ട്രംപ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വലിയ തർക്കത്തിലേക്ക് നയിച്ചു. തീരുവ പിൻവലിക്കുമെന്നതിൽ വ്യക്തത വരുത്താതെയും ട്രംപ്. ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെ ഖത്തറിനെ അനുനയിപ്പിക്കാൻ അമേരിക്ക. ഖത്തർ പ്രധാനമന്ത്രിക്ക് ട്രംപ് അത്താഴ വിരുന്നൊരുക്കും. US വൈസ് പ്രസിഡന്റ് JD വാൻസുമായി കൂടിക്കാഴ്ച നടത്തി ഖത്തർ പ്രധാനമന്ത്രി. നേപ്പാളിന് ഇനി പുതിയ ഭരണസാരഥ്യം. ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി സുശീല കർക്കി. 6 മാസത്തിനുള്ളിൽ രാജ്യം പൊതു തെരഞ്ഞെടുപ്പിലേക്കെന്ന് പുതിയ സർക്കാർ. മന്ത്രിസഭയുടെ ഭാഗമാകാതെ പ്രക്ഷോഭകാരികൾ.
വിശദമായി നമുക്ക് നോക്കാം ഓരോ വാർത്തകളും. ആദ്യം പോകുന്നത് പ്രധാനമന്ത്രിയുടെ മണിപ്പൂർ സന്ദർശനത്തെക്കുറിച്ചുള്ള വാർത്തയിലേക്കാണ്. ഇന്ന് മണിപ്പൂർ സന്ദർശിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചുരാചന്ദ്പൂരിലും ഇംഫാലിലും സന്ദർശനം നടത്തും. മണിപ്പൂർ കലാപത്തിന് ശേഷം പ്രധാനമന്ത്രി നടത്തുന്ന ആദ്യ സന്ദർശനമാണിത്. പ്രധാനമന്ത്രിയുടേത് ആത്മാർത്ഥതയില്ലാത്ത നടപടി എന്ന ആരോപണം ഉൾപ്പെടെ ഉയർത്തി കടുത്ത വിമർശനവുമായി കോൺഗ്രസ് രംഗത്തുണ്ട്. വിവരങ്ങളുമായി ER രാഗേഷാണ് നാഷണൽ ഡെസ്കിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നത്. ER, വെരി ഗുഡ് മോർണിംഗ്. നമുക്കറിയാം 2.25 വർഷത്തിന് ശേഷം ഈ മണിപ്പൂർ കലാപമുണ്ടായി. 2.25 വർഷത്തിന് ശേഷം ആദ്യമായി പ്രധാനമന്ത്രി മണിപ്പൂരിലേക്ക് എത്തുന്നു എന്നത് തന്നെയാണ് രാഷ്ട്രീയപരമായി നോക്കുമ്പോൾ ഏറെ പ്രത്യേകത പ്രാധാന്യമുള്ളത്. ഇപ്പോൾ നിലവിലത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ്? കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടതാണ്, പ്രധാനമന്ത്രി എത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഒരു വിഭാഗത്തിന് കടുത്ത അതൃപ്തിയുണ്ട്, വിമർശനമുണ്ട്, അവർ പ്രതിഷേധിക്കും എന്നതടക്കം പ്രഖ്യാപനം നടത്തുന്നതൊക്കെ. അവിടുത്തെ നിലവിലത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ് ER? ആര്യ, ഗുഡ് മോർണിംഗ്. മണിപ്പൂരിൽ കലാപം തുടങ്ങിയപ്പോൾ 2 വർഷവും 4 മാസവും പിന്നിട്ടു. ഈ കാലയളവിൽ ആദ്യമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്ഥാനം സന്ദർശിക്കുന്നത്. ഏതായാലും ഉച്ചയ്ക്ക് 12:15 അദ്ദേഹം ചുരാചന്ദ്പൂരിലെത്തുക. 2 പരിപാടികളാണ് പ്രധാനമന്ത്രിക്ക് ഇന്ന് സംസ്ഥാനത്തുള്ളത്. ഒന്ന് ചുരാചന്ദ്പൂരിലാണ്. അവിടെ 12:15 പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിലെത്തും. പ്രധാനമന്ത്രി ഇന്ന് വിവിധ സംസ്ഥാനങ്ങളിൽ സന്ദർശനം നടത്തുന്നുണ്ട്. അതിൽ തന്നെ ആദ്യം മിസോറാമിലാണ് പ്രധാനമന്ത്രി ഉള്ളത്. മിസോറാമിൽ വിവിധ പരിപാടികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. പ്രത്യേകിച്ച് ഐസ്വാളിനും ഡൽഹിക്കുമിടയിലുള്ള ആദ്യ രാജധാനി എക്സ്പ്രസിന്റെ ഫ്ലാഗ് ഓഫ് പ്രധാനമന്ത്രി നിർവഹിക്കുന്നുണ്ട്. അങ്ങനെ മിസോറാമിലെ പരിപാടികൾ കഴിഞ്ഞ ശേഷമാണ് പ്രധാനമന്ത്രി മണിപ്പൂരിലേക്ക് എത്തുന്നത്. ചുരാചന്ദ്പൂരിൽ ഹെലികോപ്റ്റർ ഇറങ്ങുന്ന പ്രധാനമന്ത്രി ചുരാചന്ദ്പൂരിലെ പീസ് ഗ്രൗണ്ടിൽ നടക്കുന്ന യോഗത്തിൽ പങ്കെടുക്കും. അവിടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും ഇന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. ഏതാണ്ട് 8500 കോടി രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം ഇന്ന് സംസ്ഥാനത്ത് നടക്കുന്നുണ്ട്. അതിൽ തന്നെ 7200 കോടി രൂപയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്നത് ചുരാചന്ദ്പൂരിലാണ്. ചുരാചന്ദ്പൂരിന്റെ പ്രത്യേകത, ഇത് കുക്കി ഭൂരിപക്ഷ മേഖലയാണ്, കലാപം നടന്ന പ്രദേശമാണ്. ഇവിടെ സ്വാഭാവികമായും പ്രധാനമന്ത്രി എന്തു പറയും എന്നുള്ളത് നിർണായകമായ കാര്യമാണ്. അതിനുശേഷമാണ് പ്രധാനമന്ത്രി ഇംഫാലിലേക്ക് എത്തുക. ഇംഫാലിന്റെ പ്രത്യേകത തലസ്ഥാനമാണ് എന്നതിലുപരി അത് മെയ്തേയ്കളുടെ ഭൂരിപക്ഷ മേഖലയാണ്, മെയ്തേയ്കൾക്ക് സ്വാധീനമുള്ള മേഖലയാണ്. അവിടെയും വിവിധ പദ്ധതികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. ഏതാണ്ട് 1300 കോടി രൂപയുടെ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ 2-3 വർഷത്തിന് ശേഷം പ്രധാനമന്ത്രി അവിടെ എത്തുമ്പോൾ എന്താണ് അദ്ദേഹം പറയാൻ പോകുന്നതെന്ന കാര്യം ഏറ്റവും നിർണായകമാണ്. കാര്യം നിലവിൽ ഇപ്പോഴും അത്തരത്തിൽ ഈ 2 വിഭാഗങ്ങൾക്കിടയിൽ ഒരു ഐക്യം ഉണ്ടായിട്ടില്ല. സംഘർഷത്തിൽ കുറവ് വന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ആളുകൾക്ക് ഇപ്പോഴും പഴയ പോലൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. പലരും ക്യാമ്പുകളിൽ തന്നെ കഴിയുന്നു. ഏതാണ്ട് 57,000-ലധികം ആളുകൾ ഇപ്പോഴും ക്യാമ്പുകളിൽ, ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ് കഴിയുന്നത്. കാരണം അവർക്ക് അവരുടെ വീടുകളിലേക്ക് പോകാനുള്ള സാഹചര്യം ഇപ്പോഴും ഉണ്ടായിട്ടില്ല. കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുക്കി ഭൂരിപക്ഷ മേഖലയിലേക്ക് മെയ്തേയ് വിഭാഗത്തിലുള്ളവർക്ക് ഇപ്പോഴും പ്രവേശിക്കാനുള്ള സാധ്യത ഉണ്ടായിട്ടില്ല. തിരിച്ചും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ സാഹചര്യങ്ങളിലൊക്കെ തന്നെ മാറ്റം വരാൻ ഏതെങ്കിലും തരത്തിലുള്ള പ്രഖ്യാപനം, ഇടപെടലൊക്കെ തന്നെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകുമോ എന്നാണ് ഉറ്റുനോക്കുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമതായി ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം ചർച്ചയ്ക്ക് വഴി തുറക്കുക എന്നാണ്. നിലവിൽ കേന്ദ്ര സർക്കാർ ഇവരൊക്കെയായി തന്നെ ചർച്ച നടത്തുന്നുണ്ട്. പക്ഷേ ഒരുമിച്ചിരുത്തിക്കൊണ്ടുള്ള ചർച്ചയിലേക്ക് ഇതുവരെ കടക്കാൻ കഴിഞ്ഞിട്ടില്ല. പകരം ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള ചർച്ച നടക്കുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ മറ്റ് പ്രവർത്തനങ്ങളിലേക്ക്, അതായത് നിലവിൽ വെടിനിർത്തൽ കരാർ പോലുള്ള ചില നീക്കങ്ങളിലേക്ക് അല്ലെങ്കിൽ സമവായത്തിൻ്റെ പാതയിലേക്ക് എത്തിക്കാനും സംഘർഷം ലഘൂകരിക്കാനും കഴിഞ്ഞിട്ടുള്ളത്. അതിൻ്റെ അടുത്ത പടിയിലേക്ക് കടത്തിക്കൊണ്ട് ഇവർ ഒരുമിച്ചിരുത്തിക്കൊണ്ടുള്ള ചർച്ചകളിലേക്കൊക്കെ തന്നെ കടക്കേണ്ടതുണ്ട്. അതേതായാലും നിലവിൽ സാധിച്ചിട്ടില്ല. അപ്പോൾ പ്രധാനമന്ത്രി എന്തു പറയും ആ വിഷയത്തിൽ എന്നുള്ളത് നിർണായകമായ കാര്യമാണ്. മൂന്നാമത്തെ കാര്യം, അവിടെ സംസ്ഥാനത്ത് ഇപ്പോൾ രാഷ്ട്രപതി ഭരണം തുടരുകയാണ്. കാരണം കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം അവിടെ സർക്കാർ ഇനി വരേണ്ടതുണ്ട്. അതോ ഇനി ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ട സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ പ്രധാനമന്ത്രി എന്തു പറയും എന്നുള്ളത് ഏറ്റവും നിർണായകമായ കാര്യമാണ്. കാരണം കഴിഞ്ഞ ഈ കലാപം തുടങ്ങിയ ശേഷമുള്ള കാലയളവ് എടുക്കുകയാണെങ്കിൽ 260 പേർക്ക് അവിടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപക്ഷെ രാജ്യം സമീപകാലത്ത് കണ്ട ഏറ്റവും വലിയ കലാപമാണ് മണിപ്പൂരിൽ നടന്നിട്ടുള്ളത്. അപ്പോൾ പ്രധാനമന്ത്രി ആദ്യമായി എത്തുമ്പോൾ ഈ വിഷയങ്ങളിലൊക്കെ തന്നെ എന്തു പറയും എന്നുള്ളത് ഏറ്റവും നിർണായകമായ കാര്യമാണ്. കാരണം പ്രധാനമന്ത്രി പോകാത്തത് വലിയ തോതിൽ ചോദ്യം ചെയ്യപ്പെട്ടതാണ്, വിമർശന വിധേയമായതാണ്. കാരണം
കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ തന്നെ ഭരണഘടന അടക്കം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളും ഒക്കെ തന്നെ ഈ വിഷയം ഉന്നയിച്ചതാണ്. വിവിധ സംഘടനകൾ ഈ ആവശ്യം പ്രധാനമന്ത്രി എത്തണമെന്ന ആവശ്യം ഉന്നയിച്ചതാണ്. പക്ഷേ അപ്പോൾ പോലും അത്തരമൊരു നീക്കമൊന്നും ഉണ്ടായിട്ടില്ല. ഇനി രാഷ്ട്രീയ കാരണങ്ങൾ എടുക്കുകയാണെങ്കിൽ തന്നെ 2014 ശേഷം നോക്കുകയാണെങ്കിൽ മണിപ്പൂരിൽ BJP ആദ്യമായി ഭരണം പിടിക്കുന്നു. അതിന് തുടർച്ചയുണ്ടാകുന്നു. 2022 ലോക്സഭയിലേക്കും അവർക്ക് അവിടെ സീറ്റുകൾ കിട്ടുന്നു. പക്ഷേ 2024 നോക്കുകയാണെങ്കിൽ അവർ കൈവശമുണ്ടായിരുന്ന സീറ്റുകളൊക്കെ തന്നെ 2 സീറ്റുകളും കൈവിട്ടു പോകുന്നതാണ് NDA സംബന്ധിച്ചിടത്തോളം BJPയെ സംബന്ധിച്ചിടത്തോളം കണ്ടത്. അങ്ങനെ രാഷ്ട്രീയമായി തിരിച്ചടിയും മണിപ്പൂരിൽ BJPക്ക് ഉണ്ടായിട്ടുണ്ട്. ഈ സാഹചര്യങ്ങളൊക്കെ തന്നെ നിലനിൽക്കുകയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം. അതുകൊണ്ട് തന്നെ അദ്ദേഹം അവിടെ എന്ത് പറയാൻ പോകുന്നു എന്നുള്ളത് നിർണായകമായ കാര്യമാണ്. ഏതായാലും ഈ സന്ദർശനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഇപ്പോൾ കോൺഗ്രസ് ഏതായാലും രംഗത്ത് വന്നിട്ടുണ്ട്. കടുത്ത വിമർശനം കോൺഗ്രസ് ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് 3 മണിക്കൂർ കൊണ്ട് മണിപ്പൂരിലുണ്ടായ മുറിവ് ഉണക്കാൻ കഴിയില്ല എന്ന പ്രതികരണം, വിമർശനമാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്ത് ഏതായാലും ഉണ്ടായിട്ടുള്ളത്. ആര്യ, തീർച്ചയായും ER രാഗേഷാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ER സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനമന്ത്രി എന്ത് സംസാരിക്കും, എന്ത് പറയും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇരുചേരികളായി വിഘടിച്ച് നിൽക്കുന്ന കുക്കി മേദി വിഭാഗങ്ങളെ ഒന്നിപ്പിക്കുവാൻ, അവിടുത്തെ സംഘർഷത്തിന് സാഹചര്യം ഇപ്പോൾ ഒന്ന് അയഞ്ഞു നിൽക്കുകയാണെങ്കിലും അവർ ഇപ്പോഴും ഇരുചേരികളിലായി തന്നെ നിൽക്കുകയാണ്. അവരെ ഒന്നിപ്പിക്കാൻ, അവിടെ പൂർണ്ണമായി ശാന്തി നിലനിർത്തുവാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് രാഷ്ട്രീയപരമായ എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും, എന്ത് വിഷയത്തിൽ, ഏത് തരത്തിൽ അദ്ദേഹം ഈ വിഷയത്തിൽ സംസാരിക്കും, നിലപാടെടുക്കും എന്നതിനെക്കുറിച്ചൊക്കെ ഏറെ ആകാംക്ഷ നിലനിൽക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ, ഇന്ത്യക്ക് മേൽ ഇരട്ട തീരുവ പ്രഖ്യാപിച്ചത് വലിയ ഭിന്നതയ്ക്ക് ഇടയാക്കിയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇത് ഇരു രാജ്യങ്ങളെയും വലിയ തർക്കത്തിലേക്ക് നയിച്ചുവെന്നും ട്രംപ് പറയുന്നു. എന്നാൽ ഇരട്ട തീരുവ പിൻവലിക്കുമെന്ന കാര്യത്തിൽ ട്രംപ് വ്യക്തത വരുത്തിയിട്ടില്ല. MG മിഥുൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. മിഥുൻ, ഗുഡ് മോർണിംഗ്. നമുക്കറിയാം, കഴിഞ്ഞ 2-3 ദിവസങ്ങളായി ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന പ്രസ്താവനകൾ, അദ്ദേഹത്തിന്റെ സാമൂഹിക മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് അദ്ദേഹം പല പരാമർശങ്ങളും നിലപാടുകളും ഒക്കെ എടുക്കുന്നതും പരസ്യപ്പെടുത്തുന്നതുമൊക്കെ. അതിലൊക്കെ ഒരു മഞ്ഞുരുകലിന്റെ പാതയിലാണ് ട്രംപ് ഇന്ത്യയുമായുള്ള ബന്ധത്തിൽ. നേരത്തെ നമുക്കറിയാം കട്ടായം കെട്ടി നിൽക്കുകയായിരുന്നു, അവിടെ നിന്നൊക്കെ മാറി അയഞ്ഞു വരികയാണ് എന്ന് തോന്നിപ്പിക്കുന്നുണ്ട്. പക്ഷേ തീരുവ കാര്യത്തിൽ വ്യക്തമായ ഒരു മറുപടി നൽകുന്നില്ല. എന്തായാലും ഇപ്പോൾ ഈ ഭിന്നതയ്ക്ക് കാരണം ഈ തീരുവ തന്നെയാണ് എന്നുള്ളത് സമ്മതിക്കുന്നു ട്രംപ്, അല്ലേ? അരിയ, ഗുഡ് മോർണിംഗ്. അത് ട്രംപിന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ളൊരു തുറന്നു പറച്ചിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ ഒരു സ്വകാര്യ ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് ഇത് സംബന്ധിച്ചുള്ള വ്യക്തമായ നിലപാട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. അതിൽ ഈ രാജ്യങ്ങൾ തമ്മിൽ, ഇന്ത്യയും US തമ്മിലുള്ള ബന്ധം അത് വലിയ സംഘർഷങ്ങളിലേക്ക് പോകാൻ ഇടയാക്കിയത് ഈ തീരുവ പ്രഖ്യാപനം തന്നെയായിരുന്നു. ആ തീരുമാനം എടുത്തത് വളരെ എളുപ്പത്തിലല്ല, കൂടിയാലോചനകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോകേണ്ടി വന്ന സാഹചര്യം ഒരുക്കിയതെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുകയും ചെയ്യുന്നത്. പക്ഷേ ഈ തീരുവ, ഇരട്ട തീരുവ പിൻവലിക്കുന്ന കാര്യം, അല്ലെങ്കിൽ അത് സംബന്ധിച്ചൊരു സൂചന പോലും ഈ ഒരു ട്രംപിന്റെ വാക്കുകളിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. മറ്റൊരു ആശ്വാസകരമായിട്ടുള്ള വാർത്ത എന്ന് പറയുന്നത്, ഇത്തരത്തിലൊരു ആരും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു മഞ്ഞുരുകലിന്റെ പാതയിലേക്ക് അമേരിക്കൻ പ്രസിഡന്റ് എത്തുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ സൂചനകൾ തന്നെയാണ് ഇതിലൂടെ പുറത്തു വരികയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം 5 ഘട്ടങ്ങളിൽ വ്യാപാര ചർച്ചകൾ നടക്കുകയും പിന്നീട് അത് വഴിമുട്ടി പോവുകയും ചെയ്തൊരു പശ്ചാത്തലമുണ്ടായിരുന്നു. പക്ഷേ അതിന് സമീപ ദിവസങ്ങളിൽ വഴി തുറക്കുന്ന തരത്തിലുള്ള ചർച്ചകൾ വീണ്ടും പുരോഗമിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഇരു രാജ്യങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്തു. അതിന് വഴിയൊരുക്കിയത് അമേരിക്കൻ പ്രസിഡന്റ് തന്നെയായിരുന്നു. ഇനിയും ചർച്ചകൾ നടക്കേണ്ടതായിട്ടുണ്ടായിരുന്നു എന്നുള്ള പ്രഖ്യാപനം നടത്തിയതിന് പിന്നാലെ ഇന്ത്യയും അത് സ്വാഗതം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തെത്തുകയും ചെയ്ത ഒരു പശ്ചാത്തലമുണ്ട്. മറ്റൊന്ന്, അടുത്ത ആഴ്ച ഇന്ത്യയിൽ നിന്ന് പീയൂഷ് ഗോയൽ അടക്കമുള്ള പ്രതിനിധി സംഘം US സന്ദർശിക്കുകയും ഇതിന്റെ ചർച്ചകൾ പുരോഗമിക്കുകയും ചെയ്യാനിരിക്കുന്ന വേളയിൽ കൂടിയാണ് ഇപ്പോൾ ഇരട്ട തീരുവ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള നിലപാട് ഒരിക്കൽ കൂടി ട്രംപ് ആവർത്തിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചർച്ചകൾ നടക്കുന്ന വേളയിൽ ഒരു പക്ഷേ ഇന്ത്യക്ക് മേലെ ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ 50% വരുന്ന തീരുവ അത് കുറയ്ക്കാനുള്ള നടപടി അമേരിക്കൻ പ്രസിഡന്റ് ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിലയിരുത്തലൊക്കെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഈ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം അത് വലിയ രീതിയിൽ വഷളാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റും നിരന്തരം പറയുന്നത് തൻ്റെ ഫ്രണ്ടാണ് നരേന്ദ്രമോദി, ഒപ്പം തന്നെ സൗഹൃദ രാജ്യമാണ് ഇന്ത്യ എന്നൊക്കെ പറയുമ്പോൾ പോലും തന്നെ വലിയ തിരിച്ചടിയായിരുന്നു ഈ ഇരട്ട തീരുവയുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്ക് മേൽ US പ്രസിഡന്റ് അടിച്ചേൽപ്പിക്കുകയും ചെയ്തത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വിഷയത്തിൽ
ഈ തീരുവ ഇന്ത്യക്ക് മേൽ മാത്രമല്ല മറ്റു രാജ്യങ്ങൾക്കുമൊക്കെ മേൽ ട്രംപ് അടിച്ചേൽപ്പിച്ച വിഷയത്തിൽ അവിടുത്തെ ഫെഡറൽ കോടതിയിൽ നിന്ന് തന്നെ കനത്ത തിരിച്ചടി അമേരിക്കൻ പ്രസിഡന്റ് നേരിടേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അതും ഒപ്പം തന്നെ സാമ്പത്തിക വിദഗ്ധരുടെ ചില മുന്നറിയിപ്പുകളുമൊക്കെ ട്രംപിന് മുന്നിലുണ്ട്. കാരണം ഇങ്ങനെ അധിക തീരുവ മറ്റു രാജ്യങ്ങൾക്ക്, പ്രത്യേകിച്ച് ഇന്ത്യക്ക് മേലൊക്കെ ഇങ്ങനെ അധിക തീരുവ അടിച്ചേൽപ്പിച്ചാൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുന്നത് യു എസ് തന്നെയാണ്, അതിൻ്റെ തിരിച്ചടി നേരിടേണ്ടി വരിക യു എസിന് തന്നെയാണ് എന്നുള്ളൊരു മുന്നറിയിപ്പ് അത് ട്രംപിന് മുമ്പാകെ ഈ സാമ്പത്തിക വിദഗ്ധരും ഒപ്പം തന്നെ ആ മേഖലയിൽ തിരിച്ചടി എന്ന് പറയുമ്പോൾ ഈ ജീവൻ രക്ഷാ മരുന്നുകൾ, അത്യാവശ്യ മരുന്നുകൾ പോലെ അതിനപ്പുറം ഒരുപാട് കാർഷിക വിളകൾ, തുണിത്തരങ്ങൾ, ആഭരണങ്ങൾ അടക്കമുള്ള വസ്തുക്കളുടെ ഒരു ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ വലിയ വിപണി യു എസ് ആണ്. അപ്പോൾ അവിടെയും ഈ വസ്തുക്കൾക്കെല്ലാം വില കൂടും. പ്രത്യേകിച്ച് ഈ മരുന്നുകളുടെയൊക്കെ കാര്യം എടുക്കുമ്പോൾ അത് അമേരിക്കൻ പൗരന്മാർക്ക് തന്നെയാണ് ആ വില കൂടുതൽ ബാധിക്കുക എന്നൊരു വസ്തുത നിലനിൽക്കുന്നു. അതാണ് ഈ സാമ്പത്തിക വിദഗ്ധരും ചൂണ്ടിക്കാണിച്ചത്. അങ്ങനെയാണോ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. സ്വാഭാവികമായും ഒരു കയറ്റുമതിയിലും ഇറക്കുമതിയിലും വലിയ രീതിയിലുള്ള തിരിച്ചടി യു എസിനെ തന്നെ നേരിടേണ്ടി വരും. പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്ന് കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് യു എസ്. അത് വളരെ കൂടുതൽ കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ്. ആദ്യഘട്ടത്തിൽ ഒരു 18% വരെ ആയിരുന്നു, അല്ലെങ്കിൽ 15 മുതൽ 18% വരെയായിരുന്നു ഇങ്ങനെയുള്ള ഇറക്കുമതി ഉണ്ടായിരുന്നുവെങ്കിൽ അത് സമീപകാലത്തത് 25%-ലേക്ക് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ പിണക്കി മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ള ഒരു വസ്തുത നിലനിൽക്കുന്നുണ്ട്. മറ്റൊന്ന്, യു എസിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ സാഹചര്യം അതുകൂടി നമ്മൾ പരിഗണിക്കേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ആ ഒരു സാഹചര്യം പരിശോധിക്കുമ്പോൾ ഇന്ത്യയും കൂടി അത്തരത്തിലുള്ളൊരു നിലപാടിലേക്ക് നീങ്ങിയാൽ ഇന്ത്യ പോലുള്ള വലിയൊരു വിപണി, വലിയൊരു മാർക്കറ്റ് യു എസിന് നഷ്ടമാവുകയും ചെയ്യും. ഒരു ബദൽ മാർഗം ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് തേടുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം, റഷ്യയ്ക്ക് എതിരെ കനത്ത ഉപരോധം യു എസും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളുമൊക്കെ ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ മറ്റ് രാജ്യങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് മറ്റൊരു ആ ഉപരോധം മറികടന്നുകൊണ്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ എത്തിക്കുകയും ഒപ്പം തന്നെ അവരുടെ എണ്ണ ഇറക്കുമതി വ്യാപിപ്പിക്കുകയും അങ്ങനെ ഒരു ബദൽ മാർഗം അവരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നു. ആ രീതിയിലേക്ക് ഇന്ത്യയും പോകുമെന്നുള്ളൊരു സൂചന ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു വിദഗ്ധരുടെ അഭിപ്രായങ്ങളും ഒക്കെ നിലനിൽക്കുകയും ചെയ്തു. അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള തീരുമാനം അമേരിക്കൻ പ്രസിഡന്റ് ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്ന് നമുക്ക് അനുമാനിക്കാം. യെസ്, മിഥുനിലേക്ക് ഞാൻ മടങ്ങി വരാം. ഇപ്പോൾ ഡോക്ടർ മോഹൻ വർഗീസ്, വിദേശകാര്യ വിദഗ്ധൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, ഗുഡ് മോർണിംഗ്. നമുക്കറിയാം, നിലപാട് കടുപ്പിച്ച് ട്രംപ് കട്ടായം കെട്ടി നിൽക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു മഞ്ഞുരുകലിന്റെ പാതയിലാണെന്ന് കഴിഞ്ഞ 2-3 ദിവസങ്ങളായുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ, ട്രൂത്ത് സോഷ്യലിലെ പ്രതികരണങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട്. അതായത് വീണ്ടും പറയുന്നു ഇന്ത്യ തൻ്റെ അടുത്ത സുഹൃത്താണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വന്നിട്ടുള്ള പ്രതികരണം നോക്കുമ്പോൾ ഈ ഇരട്ട തീരുവയുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇരു രാജ്യങ്ങളുടെയും ഭിന്നതയ്ക്ക് ഇടയാക്കിയത് എന്ന് തുറന്ന് സമ്മതിക്കുകയാണ്. എന്താണ് വീണ്ടും ഒരു അനുനയത്തിന്റെ പാതയിലേക്ക് ട്രംപ് എത്താനുള്ള ഒരു കാരണം? എന്താണ് താങ്കൾ വിലയിരുത്തുന്നത്? ആദ്യമായിട്ടാണ് ഈ പ്രതിസന്ധി തുടങ്ങിയ ടാരിഫ് യുദ്ധം തുടങ്ങിയതിനു ശേഷം ആദ്യമായിട്ടാണ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു ഓപ്പൺ അഡ്മിഷൻ ഉണ്ടാകുന്നത്. ഒരു പശ്ചാത്താപത്തിന്റെയും ഒരു വലിയ ഒരു ഞെട്ടലിന്റെയും ഒക്കെ ഒരു ഫീല് ട്രംപ് പരസ്യമായി പ്രഖ്യാപിക്കുകയാണ്. ഇന്ത്യയുമായി ഇടയേണ്ട കാര്യമില്ലായിരുന്നു എന്ന മട്ടിലുള്ള ഒരു പ്രസ്താവനയാണ്. പക്ഷേ ടാരിഫ് റെഗുലേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച്, ടാരിഫ് കുറച്ചുകൊണ്ട് വരുന്നതിനെ കുറിച്ചുള്ള കൃത്യമായ സൂചനകൾ ഒന്നും തന്നെ അപ്പോഴും ട്രംപ് നൽകുന്നില്ല. അതുകൊണ്ടൊരു ഫ്ലക്ച്വേറ്റിംഗ് മോഡിൽ തന്നെയാണ് കടുത്ത ആശയക്കുഴപ്പം ട്രംപിന്റെ മനസ്സിനുള്ളിലും ട്രംപിന്റെ ഉപദേശകരുടെ മനസ്സിലും ഉണ്ടെന്നുള്ളതിന്റെ സൂചന തന്നെയാണിത്. അതുകൊണ്ടാണ് G7 രാജ്യങ്ങൾ, കഴിഞ്ഞ ദിവസം G7 രാജ്യങ്ങളോട് ട്രംപ് സംസാരിക്കുന്നു. G7 രാജ്യങ്ങൾ നിലവിലുള്ള ടാരിഫിനേക്കാൾ കൂട്ടി ഏതാണ്ട് 100% ടാരിഫ് ഇന്ത്യക്കെതിരെ കൊണ്ടുവരണം എന്ന ആഗ്രഹം ട്രംപ് പ്രകടിപ്പിക്കുന്നു. G7 അതിനോട് പൂർണ്ണമായി അനുരൂപമായിട്ടല്ല പ്രതികരിച്ചതെങ്കിൽ പോലും അതിന് തലേ ദിവസം ഇന്ത്യയുമായി വലിയ ചങ്ങാത്തം ആഗ്രഹിക്കുന്നു എന്നും രണ്ടും ഡെമോക്രസീസ് ആണെന്നും ട്രംപും മോദിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പ്രകീർത്തിച്ചുകൊണ്ടും സംസാരിക്കുന്നു. അതിന് മുൻപത്തെ ദിവസമാണ് യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങൾ, ആ രാജ്യങ്ങൾ കടുത്ത ടാരിഫ് ഇന്ത്യക്കെതിരെ ചുമത്തണം, കാരണം നിങ്ങളാണ് സെക്യൂരിറ്റി ത്രെട്ട് അനുഭവിക്കുന്നത്, റഷ്യൻ സെക്യൂരിറ്റി ത്രെട്ട് അനുഭവിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യയുമായി റഷ്യ നടത്തുന്ന കച്ചവടത്തിൽ നിന്നും ഇന്ത്യക്ക് ലഭിക്കുന്ന വരുമാനം, അല്ലെങ്കിൽ റഷ്യക്ക് ലഭിക്കുന്ന വരുമാനം, അത് ഉക്രൈൻ യുദ്ധത്തിന് വേണ്ടി റഷ്യ ചെലവാക്കുകയാണ്. ആത്യന്തികമായി അത് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് സുരക്ഷാ ഭീഷണിയായി വന്നു ഭവിക്കും. അതുകൊണ്ട് കടുത്ത ടാരിഫിലൂടെ ഇന്ത്യയെ റഷ്യയിൽ നിന്നും അകറ്റി നിർത്തണം. ഇതെല്ലാം പറയുന്നത് ഒരേ ആള് തന്നെയാണ്.
അതുകൊണ്ട് ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്ത സംസാരത്തിന്റെ അവസാന ഘട്ടത്തിൽ ഇത് ഒരു ദിവസം പറയുന്നതല്ല, തൊട്ടടുത്ത ദിവസം പറയുന്നത് എന്നത്. അതുകൊണ്ട് അതിൽ നിന്നും കൂടുതലായി ഒന്നും തന്നെ വായിച്ചെടുക്കേണ്ടതില്ല. പക്ഷേ ഇവിടെ പ്രത്യേകത, ഇന്നത്തെ ഇപ്പോൾ വന്ന വാർത്തയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് ഒരു നഷ്ടക്കച്ചവടമായി പോകുന്നു അമേരിക്കയ്ക്ക്. അല്ല എങ്കിൽ കടുത്ത ഭിന്നത, ഇന്ത്യയുമായി ഒരു ഭിന്നത, ഒരിക്കലും ഉണ്ടാവരുതാത്ത ഒരു ഭിന്നത ഈ ടാരിഫ് പ്രഖ്യാപനം വഴി ഉണ്ടായി എന്ന് ട്രംപ് സമ്മതിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ അതിനുള്ള പരിഹാര മാർഗങ്ങൾ ഉണ്ടാക്കണമല്ലോ. ടാരിഫിന്റെ ഭിന്നത ഉണ്ടായെങ്കിൽ ഭിന്നത പരിഹരിക്കാനുള്ള ഏകമാർഗം, ഏറ്റവും പ്രധാന മാർഗം ടാരിഫ് കുറച്ചുകൊണ്ടുവരിക എന്നത് മാത്രമാണ്. ആ ഒരു സെൻസിൽ നോക്കുമ്പോൾ ചെറിയ ശുഭാപ്തി വിശ്വാസത്തിനുള്ള സ്കോപ്പ് കാണുന്നതുകൊണ്ട്. പക്ഷെ അതേസമയം തന്നെ താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ട്രംപാണ് ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത്. ഇന്നിപ്പോൾ അനുനയത്തിന്റെ പാതയിൽ നിന്ന് നമുക്ക് തോന്നിയെങ്കിൽ ഒരുപക്ഷെ നാളെ നടത്തുന്ന പ്രതികരണം അതിരൂക്ഷമായ വിമർശനം പോലെ ഒന്നായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇരട്ടത്തീരുവ കാര്യത്തിൽ ഒരു പിന്നോട്ട് പോക്കുണ്ടാകും. ഈ തീരുവ ചുമത്തിയ നടപടി പിൻവലിക്കാനുള്ളൊരു സാധ്യത ഉണ്ടാകുമെന്ന് നമുക്ക് എത്രത്തോളം പ്രതീക്ഷിക്കണം? ഒരുപക്ഷെ ഈ ഫെഡറൽ കോടതിയിൽ നിന്നടക്കം രൂക്ഷമായ വിമർശനം നേരിട്ടൊരു സാഹചര്യമുണ്ട്. താങ്കൾ തന്നെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ US പൗരന്മാരെ തന്നെ ഈ തീരുവ അതികഠിനമായി ബാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതൊക്കെ പരിഗണിച്ചുകൊണ്ട് ഒരുപക്ഷെ എന്താ ഈ ഇരട്ട തീരുവ നടപ്പാക്കിയതിൽ നിന്ന് പിന്മാറാനുള്ള സാധ്യത അത് കൂടുതലാണോ, അതോ ഇപ്പോഴും നമുക്ക് ആ ഒരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയില്ല ഈ വാക്കുകളിൽ നിന്ന് എന്ന സ്ഥിതിയിലാണോ? അമേരിക്കയെ തിരുത്താൻ അമേരിക്കയുടെ നീതിന്യായ സംവിധാനങ്ങൾക്കും അമേരിക്കയിലെ പൊതുജന അഭിപ്രായത്തിനും മാത്രമേ കഴിയൂ. ചരിത്രപരമായി അങ്ങനെ തന്നെയാണ്. മറ്റെന്തെങ്കിലും ബാഹ്യ സമ്മർദ്ദങ്ങൾ ഉണ്ടായി എങ്കിൽ പോലും യഥാർത്ഥത്തിൽ അമേരിക്കയുടെ തിരുത്തൽ ശക്തി ഇന്റേണൽ ഡൈനമിസമാണ്. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അധികം വൈകാതെ വരേണ്ട ഫെഡറൽ കോടതിയുടെ, സുപ്രീം കോടതി, അമേരിക്കൻ കോടതിയുടെ വിധിയാണ്. ടാരിഫിന്റെ നിയമവശങ്ങൾ പരിശോധിച്ച് അതൊരു കോൺഗ്രഷണൽ റൈറ്റിന് മേൽ പ്രസിഡന്റ് ആധിപത്യം സ്ഥാപിക്കുന്നു. അങ്ങനെയെങ്കിൽ അതിന്റെ ഒരു ചെക്സ് ആൻഡ് ബാലൻസസ്, അമേരിക്കയുടെ ഒരു നയമാണ് ചെക്സ് ആൻഡ് ബാലൻസസ്, അല്ലെങ്കിൽ ഒരു ഫെഡറലിസത്തിന്റെ, ഒരു ഫെഡറൽ വ്യവസ്ഥിതിയുടെ ആണിക്കല്ലാണ് ചെക്സ് ആൻഡ് ബാലൻസസ് എന്ന നയം. അതുകൊണ്ട് കോൺഗ്രസിന് അവകാശപ്പെട്ട അധികാരങ്ങൾ, അതായത് നിയമനിർമ്മാണ അധികാരങ്ങൾ, നികുതി ചുമത്താനുള്ള ആത്യന്തിക അധികാരങ്ങൾ, അതല്ല കോൺഗ്രസ് എന്ന പാർലമെന്റിന് അവകാശപ്പെട്ട അധികാരങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ്, അതായത് എക്സിക്യൂട്ടീവ് കടം എടുക്കുന്നു എങ്കിൽ അതിനെ ബാലൻസ് ചെയ്യാൻ, എക്സിക്യൂട്ടീവ് പവറിനെ കർട്ടൈൽ ചെയ്യാനും അങ്ങനെ സിസ്റ്റം ബാലൻസ് ചെയ്യാനും ശ്രമിക്കേണ്ടത് കോടതിയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് കോടതിയിൽ ഇത് വിധിയെത്തുകയും കീഴ്ക്കോടതിയിൽ ട്രംപിന് എതിരായ, ടാരിഫിനെതിരായ ഒരു വിധി വരികയും അത് ഇപ്പോൾ ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. ട്രംപിന്റെ ടാരിഫ് വേണ്ട എന്നല്ല പറയുന്നത്, അത് ആത്യന്തികമായി സുപ്രീം കോടതി ശരിവെച്ചു കഴിഞ്ഞാൽ ട്രംപിന് പിന്നോട്ട് പോകേണ്ടി വരും. ഇരട്ട തീരുവ, ഇരട്ട ചുങ്കം ഏർപ്പെടുത്തിയത് പിൻവലിക്കേണ്ടി വരും. അതാണ് ഒരു സാധ്യത. രണ്ടാമത്തെ സാധ്യത, ഇപ്പോൾ അമേരിക്കയുടെ മാക്രോ ഇക്കണോമിക് ഫണ്ടമെന്റൽസ് മെച്ചപ്പെട്ടു വരികയാണ് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് കടുത്ത ടാരിഫ് ചുമത്തുമ്പോൾ അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥ, ആഭ്യന്തര ധനസമാഹരണം അത് മെച്ചപ്പെടുന്നു എന്ന ഒരു നിരീക്ഷണമാണ് പൊതുവേ ഉള്ളത്. അതിന്റെ കണക്കുകളും അങ്ങനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. പക്ഷെ അത് താൽക്കാലികം മാത്രമാണ്. ആത്യന്തികമായി അമേരിക്കയ്ക്ക് വലിയ സ്ട്രെയിനാണ് ഉണ്ടാക്കുന്നത്. കടുത്ത തൊഴിൽ നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വലിയ തോതിലുള്ള കുടിയിറക്കം അമേരിക്കയിൽ നിന്നുണ്ടായാൽ ചീപ്പ് ലേബർ വിൽ നോട്ട് ബി അവൈലബിൾ. അങ്ങനെയെങ്കിൽ വലിയ രീതിയിലുള്ള കൂലി ഉണ്ടാകും അമേരിക്കയിൽ. അങ്ങനെയെങ്കിൽ റിട്രെഞ്ച്മെന്റ് വൻതോതിൽ ഉണ്ടാകും, ഉൽപാദന നഷ്ടം ഉണ്ടാകും. അവിടെ പ്രൊഡക്ഷൻ വലുതായി ഇല്ലാതെ വരുമ്പോൾ വലിയ രീതിയിലുള്ള തൊഴിൽ നഷ്ടങ്ങളും, അത് മാത്രമല്ല വിലക്കയറ്റങ്ങളും. ടാരിഫ് ഏർപ്പെടുത്തുന്നതുകൊണ്ട് സംഭവിക്കുന്നത് ഇന്ത്യയിൽ നിന്നുൾപ്പെടെയുള്ള ഗുഡ്സിന് പകരം ഗുഡ്സ് ഇല്ലാതെ വരുമ്പോൾ ഡിമാൻഡ് ഹൈ ആകും, സപ്ലൈ വളരെ കുറവാകും. അങ്ങനെ വരുമ്പോൾ പ്രൈസസ് വളരെ ഹൈ ആകും. അത്യധികമായി അത് അമേരിക്കയിൽ ഒരു ഇൻഫ്ലേഷനിലേക്ക് തന്നെയാണ് നയിക്കുന്നത്. വലിയ വിലക്കയറ്റത്തിലേക്ക് അമേരിക്കയെ നയിക്കും. അങ്ങനെയെങ്കിൽ ജനത പ്രതികരിക്കും. അമേരിക്കൻ പബ്ലിക് ഒപ്പീനിയൻ തൃണവൽഗണിച്ചുകൊണ്ട് ഒരു രീതിയിലും പ്രസിഡന്റിന് മുന്നോട്ട് പോകാനാവില്ല. ആ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ടാണ് ട്രംപിന്റെ പ്രസ്താവന സാഹിത്യം ഇതൊന്നും ഇല്ലാതെ തന്നെ ആഭ്യന്തരമായ തിരുത്തൽ സംഭവിക്കുന്നതിന് മുൻപ് തന്നെ വിദേശ രാജ്യങ്ങളെ കൊണ്ട്, ഇന്ത്യ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളെ കൊണ്ട് അമേരിക്ക ആഗ്രഹിക്കുന്ന രീതിയിൽ കടുത്ത അമേരിക്കൻ പക്ഷപാതത്തോടുകൂടി തന്നെ ട്രേഡ് ഡീലുകൾ സാധ്യമാവുമോ? ഒരു കച്ചവടക്കാരനായ, പക്ക ഒരു ട്രേഡറായ അല്ലെങ്കിൽ പക്ക ബിസിനസ്സുകാരനായ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം പരമാവധി പ്രതിയോഗിയെ സമ്മർദ്ദത്തിലാക്കി സമഗ്ര വ്യാപാര കരാർ ഒപ്പിടിപ്പിക്കാനുള്ള വ്യഗ്രതയിലാണ്
ഇപ്പോൾ ഇങ്ങനെയുള്ള ജൽപ്പനങ്ങൾ നടത്തുന്നത് എന്നാണ് എന്റെ ഒരു നിരീക്ഷണം. ഡോക്ടർ മോഹൻ വർഗീസ്, അപ്പോൾ ഒരു കാര്യം കൂടി ഉണ്ടല്ലോ, ഈ അമേരിക്ക മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾ ഈ വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ ഇന്ത്യ തയ്യാറല്ല എന്നുള്ളത് നയം വ്യക്തമാക്കിയതാണ്. അത് സാധാരണക്കാരായ ഇന്ത്യൻ കർഷകരെ കെടുതിയിലാക്കിക്കൊണ്ട് അത്തരത്തിൽ ആ അമേരിക്ക മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് നയം ഇന്ത്യ വ്യക്തമാക്കി നിൽക്കുന്ന സാഹചര്യമാണ്. ഇപ്പോൾ ചർച്ചകൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഇന്ത്യൻ സംഘം ഉടനടി തന്നെ അമേരിക്കയിലേക്ക് ഈ വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കായി അവിടേക്ക് പോകുന്നുമുണ്ട്. അപ്പോൾ ആ നിർദ്ദേശങ്ങളിൽ നിന്ന്, ആ കടുത്ത നിർദ്ദേശങ്ങളിൽ നിന്ന് പിന്മാറാൻ അമേരിക്ക ഇനി തയ്യാറാകുമോ? അങ്ങനെ ഒരു അനുനയത്തിനുള്ളൊരു നീക്കം കൂടി വഴി തെളിയുന്നുണ്ടോ? അനുനയ നീക്കമെല്ലാം തീർച്ചയായും സാധിക്കും. അഭിപ്രായം ഇരുമ്പുലകയല്ല എന്ന് ബുദ്ധിമാന്മാർ മുൻപ് തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അഭിപ്രായങ്ങളൊക്കെ മാറും, ദേശീയ താല്പര്യങ്ങൾ മാറില്ല. പക്ഷേ നയങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള മാറ്റമുണ്ടാകാം. കാരണം ദേശീയ താല്പര്യം, അമേരിക്കയുമായി വീണ്ടും വ്യാപാര ബന്ധം തഴച്ചു വളരുന്നത് ദേശീയ താല്പര്യമാണ്, നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് അത് അനിവാര്യമാണ് എന്നാണ് എങ്കിൽ ചെറിയ രീതിയിലുള്ള നയം മാറ്റത്തിന് ഇന്ത്യയും തയ്യാറാവും. കാർഷിക മേഖലയിൽ, പൊതുവായി കാർഷിക മേഖലയിൽ ജനിതക വ്യതിയാനം വരുത്തിയ വിത്തിനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ഡംപ് ചെയ്യുന്നത് ഒരു രീതിയിലും അംഗീകരിക്കപ്പെടാൻ സാധ്യതയില്ല. അതുപോലെ അമേരിക്കൻ ഡയറി പ്രോഡക്ട്സ്, പാലുൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ വിറ്റഴിക്കുന്നതിന് യാതൊരു രീതിയിലും വാതിലുകൾ തുറക്കാനുള്ള സാധ്യതയില്ല. എന്നാൽ മറ്റ് ചില കൃഷിയുമായി ബന്ധപ്പെട്ട ചില ടെക്നോളജി ട്രാൻസ്ഫർ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരുപക്ഷെ കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടാവാനുള്ള സാധ്യത പൂർണ്ണമായി തള്ളിക്കളയാനാവില്ല. കാരണം കൃഷി എന്ന് പറയുന്നത് പ്രൈമറി സെക്ടറിലെ വലിയൊരു വിഭാഗമാണ്. അതിന്റെ പല ഉപവിഭാഗങ്ങളിലും കച്ചവട സാധ്യത ഇപ്പോഴും തുറന്നു നിൽക്കുന്നു. റഷ്യയുമായുള്ള എണ്ണ വ്യാപാരമാണല്ലോ വലിയ തർക്ക വിഷയമായത്. അതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാറ്റലിസ്റ്റായി മാറിയത്. ആ എണ്ണ വ്യാപാരത്തിൽ ചെറിയ കുറവുകൾ വരുത്തുകയും ഇന്ത്യ ചെറിയ രീതിയിലെങ്കിലും അമേരിക്കയിൽ നിന്നോ മറ്റ് രാജ്യങ്ങളിൽ നിന്നോ കൂടുതലായി എണ്ണ വാങ്ങുകയും ചെയ്താൽ ഓവർ ഡിപ്പെൻഡൻസ് ഓൺ റഷ്യ, അല്ലെങ്കിൽ റഷ്യ ഇന്ത്യ ബന്ധങ്ങളിൽ എണ്ണ വ്യാപാരത്തിൽ ഇപ്പോൾ ഇന്ത്യ വാങ്ങുന്നതിൽ 38% ഹൈഡ്രോ കാർബൺ റിക്വയർമെന്റും വരുന്നത് റഷ്യയിൽ നിന്നാണ്. അത് കേവലം 3 വർഷം കൊണ്ടാണ് ഏതാണ്ട് നിയർ സീറോയിൽ നിന്നും 38% വളർന്നത്. അത് ഘട്ടം ഘട്ടമായി കുറച്ചുകൊണ്ടുവന്ന് 20-15% നിജപ്പെടുത്തുകയും മറ്റ് രാജ്യങ്ങളിൽ നിന്നും കൂടുതൽ എണ്ണ വാങ്ങാൻ ഇന്ത്യ തയ്യാറാവുകയും ചെയ്താൽ ഒരു പക്ഷേ അമേരിക്കൻ പ്രസിഡന്റിന് അതൊരു ഫേസ് സേവിംഗ് ആയി എടുത്തുകൊണ്ട് വേണ്ട നീക്കുപോക്കുകൾ ചെയ്യാൻ സാധിക്കും. കാരണം ഏതെങ്കിലും രീതിയിലുള്ള നീക്കുപോക്കുകൾ ഇല്ലാതെ ഇന്ത്യ റഷ്യയിൽ നിന്നും തുടർച്ചയായി എണ്ണ വാങ്ങുകയും അതേപോലെ തന്നെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് കാർഷിക വിപണിയിൽ ഇന്ത്യയുടെ വിപണി ഒരു രീതിയിലും തുറന്നു കൊടുക്കാതിരിക്കുകയും ചെയ്താൽ അമേരിക്കയ്ക്കും ഒന്നും ചെയ്യാനാവാത്തൊരവസ്ഥയുണ്ടാകും. അതുകൊണ്ട് ഒരു ആഗ്രഹമുണ്ടെങ്കിൽ, ദേശീയ താല്പര്യമനുസരിച്ച് അമേരിക്കയുമായി റീനെഗോഷിയേറ്റ് ചെയ്യാനുള്ള കൃത്യമായ ആഗ്രഹമുണ്ട് എങ്കിൽ അതിനുള്ള സംവിധാനവുമുണ്ട്. തീർച്ചയായും അതിനുള്ള കളമൊരുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ട്രംപ് വില കയറ്റി പറയുന്നത് എന്ന് നിരീക്ഷിക്കാനാണ് പൊതുവെ താല്പര്യം. യെസ്, വളരെ നന്ദി ഡോക്ടർ മോഹൻ വർഗീസ് ഈ ഘട്ടത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിനും പ്രതികരിച്ചതിനും. എന്തായാലും ഡോക്ടർ മോഹൻ വർഗീസ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യക്ക് മേൽ ഈ ഇരട്ട തീരുവ പ്രഖ്യാപിച്ചത് വലിയ ഭിന്നതയ്ക്ക് ഇടയാക്കി എന്ന ഒരു തുറന്നു പറച്ചിൽ ട്രംപിന്റെ ഭാഗത്തു നിന്ന് വന്നത് വളരെ പോസിറ്റീവായി തന്നെ ഈ ഘട്ടത്തിൽ നമുക്ക് കാണേണ്ടതുണ്ട്. ഈ പിഴത്തീരുവ ചുമത്തിയ നടപടിയിൽ നിന്ന് പിന്നോട്ട് പോകുന്നതിനുള്ള അത്തരത്തിലൊരു പ്രഖ്യാപനം വരുന്നതിന് മുന്നോടിയായിട്ടുള്ള പ്രതികരണമാണോ എന്ന തരത്തിൽ നമുക്ക് നോക്കി കാണേണ്ടതുണ്ട്. അത്തരത്തിലൊരു പോസിറ്റിവിറ്റി മുന്നിലുണ്ട് എന്നതാണ് സാഹചര്യം. MG മിഥുനാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഒപ്പം ഡോക്ടർ മോഹൻ വർഗീസാണ് വിലയിരുത്തലുമായി നമുക്കൊപ്പം ചേർന്നത്. ദോഹയിലെ ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെ ഖത്തറിനെ അനുനയിപ്പിക്കാൻ അമേരിക്ക. ഖത്തർ പ്രധാനമന്ത്രിക്ക് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അത്താഴ വിരുന്ന് നൽകുമെന്ന് വൈറ്റ് ഹൌസ് വ്യക്തമാക്കി. ചർച്ചകളിൽ US പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും പങ്കെടുക്കും. US സന്ദർശനത്തിനെത്തിയ ഖത്തർ പ്രധാനമന്ത്രി വൈസ് പ്രസിഡന്റ് JD വാൻസുമായി കൂടിക്കാഴ്ച നടത്തി. MG മിഥുൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം തുടരുന്നുണ്ട്. മിഥുൻ, നമുക്കറിയാം ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം അത് അമേരിക്ക പോലും കടുത്ത ഭാഷയിൽ വിമർശിച്ചതാണ്. നമുക്കറിയാം ഇസ്രായേലിനെ ഏത് ഘട്ടത്തിലും എപ്പോഴും സംരക്ഷിക്കുകയും അനുകൂലമായ നിലപാടെടുക്കുകയും ഒക്കെ ചെയ്തിരുന്ന അമേരിക്കയ്ക്ക് പോലും അതൊരു ഞെട്ടലുളവാക്കിയ കാര്യമാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ അനുനയത്തിന്, മധ്യസ്ഥതയ്ക്ക് ട്രംപ് തന്നെ, അമേരിക്ക തന്നെ മുൻകൈ എടുക്കുന്നു എന്നാണോ? ആര്യ, അതിലൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് പ്രത്യേകിച്ച് US-ഉമായി ഇത്തരത്തിൽ GCC രാജ്യങ്ങൾ, പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളൊക്കെ വലിയ ബന്ധം പുലർത്തുന്നവരാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് മറ്റ് രാജ്യങ്ങൾക്ക് നിന്നുള്ള ഭീഷണി അത് ഒഴിവാക്കുക എന്നുള്ളതാണ്. അതായത് അമേരിക്കയുടെ പിന്തുണയുണ്ടെങ്കിൽ ഇസ്രായേൽ പോലുള്ള മറ്റ് രാജ്യങ്ങളിൽ നിന്ന്, ഈ ഒരു പശ്ചിമേഷ്യയിലുള്ള മറ്റ് രാജ്യങ്ങളിൽ നിന്ന് തന്നെ തങ്ങളെ ആക്രമണം ഉണ്ടാകില്ല, തങ്ങളുടെ രാജ്യത്തേക്ക് ഒരു തരത്തിലും ആക്രമണം ഉണ്ടാകില്ല എന്നൊരു പ്രതീക്ഷ, അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു മുൻകാലങ്ങളുണ്ട്.
ഉണ്ടായിരുന്നത്. പക്ഷേ അതിന് ഒരു കരുനിഴൽ വീഴ്ത്തുന്ന സാഹചര്യമാണ് ഖത്തറിലെ ദോഹയിൽ ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടായതോടെ വീഴുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ യു എസിന് ഇത്തരത്തിൽ ഈ രാജ്യങ്ങളെ സംരക്ഷിക്കാനായില്ല എന്നുള്ളൊരു പ്രതീതി കൂടി ഇപ്പോൾ സൃഷ്ടിച്ചു വരികയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ യു എസിനാണ് ഇക്കാര്യത്തിൽ ഏറ്റവും കൂടുതൽ മുൻകൈ എടുത്ത് പ്രവർത്തിക്കേണ്ടത്, പ്രത്യേകിച്ച് ഈ GCC രാജ്യങ്ങളെ അനുനയിപ്പിക്കേണ്ടതുള്ളത്. മറ്റൊന്ന് നമുക്കറിയാം, നോബൽ സമ്മാനം സ്വന്തമാക്കാൻ വളരെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഇസ്രായേലും ഹമാസുമായിട്ടുള്ള ഈ സംഘർഷം, പ്രത്യേകിച്ച് ഗാസയിലെ രക്തച്ചൊരിച്ചിൽ അവസാനിപ്പിക്കുക എന്നുള്ളത്, പ്രത്യേകിച്ച് ഒരു വെടിനിർത്തൽ കരാറിലേക്ക് എത്തിക്കുക എന്നുള്ളത് ട്രംപിൻ്റെ ആഗ്രഹം തന്നെയാണ്. അതിന് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകുന്ന അല്ലെങ്കിൽ മധ്യസ്ഥ വഹിക്കുന്നത് ഖത്തർ പോലുള്ള രാജ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവരെ പിണക്കി മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ള വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി തന്നെയാണ് ഖത്തർ അമീറുമായി അദ്ദേഹം ഇത്തരത്തിൽ ഫോണിൽ സംസാരിക്കുകയും പിന്നാലെ ഇപ്പോൾ പ്രധാനമന്ത്രി മുഹമ്മദ് അൽത്താനിക്ക് അത്താഴ വീഴുന്നൊരുക്കുകയും ഒപ്പം തന്നെ അതിനോടൊപ്പം തന്നെ കൂടിക്കാഴ്ച നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ US നീങ്ങുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടുത്ത ആഴ്ചയാണ് ഈ ഒരു അത്താഴ വീഴുന്ന നടക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം ഖത്തർ പ്രധാനമന്ത്രി US സന്ദർശന വേളയിലാണ്. 2 ദിവസത്തെ സന്ദർശനത്തിനായി അദ്ദേഹം US-ലുണ്ട്. അതിനിടയിൽ ഇന്നലെ വൈസ് പ്രസിഡന്റ് JD വാൻസുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇക്കാര്യത്തിൽ കൃത്യമായ ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുകയും ചെയ്യുന്നു. നയതന്ത്ര തലത്തിൽ വലിയ ചർച്ചകൾ നടക്കേണ്ട സാഹചര്യമാണ്. ഒപ്പം പ്രത്യേകിച്ച് തിങ്കളാഴ്ച ഉച്ചകോടി നടക്കാൻ പോവുകയാണ്. GCC രാജ്യങ്ങളിലെ ഇസ്രായേലിന് മേൽ കടുത്ത നടപടികൾ സ്വീകരിക്കണമെന്നുള്ള ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അറബ് രാജ്യങ്ങളൊക്കെ ഉള്ളത്. ഒപ്പം തന്നെ ഈ മധ്യസ്ഥ ചർച്ചകൾ ഇനി അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകണോ എന്നടക്കമുള്ള കാര്യങ്ങളിലും ഒരു നിലപാട് ഖത്തർ അറിയിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. അക്കാര്യങ്ങളിലൊക്കെ ഇനിയുള്ള ചർച്ചകളിൽ വ്യക്തത വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ നിർണായകമായിട്ടുള്ള ചർച്ചകൾക്ക് തന്നെയാണ് US ഇപ്പോൾ കോപ്പ് കൂട്ടുകയും ചെയ്യുന്നത്. മറ്റൊന്ന്, ഇപ്പോഴും ഈ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ പോലും തന്നെ ഇസ്രായേലിൻ്റെ പ്രകോപനം ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. തങ്ങളെ ആക്രമിക്കുന്ന ഏത് രാജ്യമായാലും അവരെ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ തിരിച്ച് പ്രത്യാക്രമണം നടത്തി അവരെ പൂർണ്ണമായും കീഴടക്കുമെന്നുള്ളൊരു പ്രസ്താവന അല്ലെങ്കിൽ അങ്ങനെയുള്ള മുന്നറിയിപ്പ് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തുകയും ചെയ്യുന്നത്. കാരണം കഴിഞ്ഞ ദിവസവും ഗാസയിൽ അവരുടെ ആക്രമണം ഉണ്ടായിരുന്നു. നിരവധി പേർ, 59ഓളം പേരാണ് ഇന്നലത്തെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ ദിവസങ്ങളിലായി ഏകദേശം 500-ലധികം കേന്ദ്രങ്ങളിലാണ് ഇസ്രായേലിൻ്റെ മിസൈൽ വന്ന് പതിക്കുകയും ചെയ്തത്. കാരണം പ്രത്യേകിച്ച് നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ടായിരുന്നു. ഗാസയിൽ നിന്ന് പൂർണ്ണമായും ആളുകൾ ഒഴിഞ്ഞു പോകണം, അവിടെ ആക്രമണം രൂക്ഷമാകാൻ പോവുകയാണ്, ഹമാസിൻ്റെ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് വലിയ ആക്രമണം ഞങ്ങൾ നടത്താൻ പോവുകയാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിമാനങ്ങളിലുമൊക്കെ ലഘുലേഖകൾ ഇത്തരത്തിൽ താഴേക്ക് പതിക്കുന്നുണ്ടായിരുന്നു. അവ ലഭിച്ചിട്ട് പോലും അവിടെ നിന്ന് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാൻ പറ്റാത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം, അല്ലെങ്കിൽ ഈ മറ്റ് സുരക്ഷിത പാർപ്പിട കേന്ദ്രങ്ങളിലേക്കൊക്കെ മാറിയാൽ പോലും തന്നെ അവിടെയും കഴിയാൻ പറ്റാത്ത സ്ഥിതിവിശേഷമാണ്. അതുകൊണ്ട് തന്നെ ഈ UN-ന്റെ കണക്ക് പ്രകാരം ഏകദേശം 10% താഴെ ആളുകൾ മാത്രമാണ് ഇതനുസരിച്ച് അവിടെ നിന്ന് മാറിയിട്ടുള്ളത്. മറ്റുള്ളവർ ഇപ്പോഴും ഗാസ സിറ്റിയിൽ തന്നെ തുടരുന്നൊരു പശ്ചാത്തലമാണ്. അവിടെ ഇപ്പോഴും ബോംബ് വർഷം ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെ വളരെ ഭയാനകരമായിട്ടുള്ള സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് തന്നെ വേണം നമുക്ക് കരുതാൻ. എന്തായാലും വരുന്ന മണിക്കൂറുകളിലും ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് സമാനമായ രീതിയിലുള്ള ആക്രമണം ഉണ്ടാകുമെന്ന് ഉള്ള ഒരു വിലയിരുത്തലുണ്ട്. മറ്റൊന്ന്, യമനിലും സമാനമായ ആക്രമണം ഉണ്ടാകുന്നു. യമനിൽ നടത്തിയ ആക്രമണത്തിൽ ഡെത്ത് ടോൾ ഇപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ 65 മുകളിലേക്ക് മരണസംഖ്യ ഉയരുകയും ചെയ്തു. 200-ലധികം പേർക്ക് പരിക്കേൽക്കുന്ന സ്ഥിതിവിശേഷം മറ്റ് രാജ്യങ്ങളിലും സമാനമായ രീതിയിൽ, മറ്റ് അറബ് രാജ്യങ്ങളിലും സമാനമായ രീതിയിലുള്ള ആക്രമണം ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലം. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ അനുനയിപ്പിക്കാൻ പറ്റുന്ന ഒരു രാജ്യമെന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് മാത്രമാണ്. അതുകൊണ്ട് തന്നെ അമേരിക്ക ഇക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും ഇനി എന്നുള്ളതാണ് നമുക്കിനി കണ്ടറിയേണ്ടിയിരിക്കുന്നത്. എന്തായാലും വളരെ സംഘർഷപരമായിട്ടുള്ള സ്ഥിതിവിശേഷത്തിലേക്ക് പശ്ചിമേഷ്യ നീങ്ങുന്നു എന്നുള്ളതാണ്. പശ്ചിമേഷ്യയിലെ രാജ്യമായ ഇസ്രായേലിനെതിരെ അറബ് രാജ്യങ്ങൾ കോപ്പ് കൂട്ടുമ്പോൾ അത് ഏത് തരത്തിലായിരിക്കാം ഇസ്രായേലിനും ഇനി ഒരു തിരിച്ചടി നൽകാൻ പോകുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, ആയുധബലത്തിലായാലോ അല്ലെങ്കിൽ സൈനിക തലത്തിലായാലോ ഇസ്രായേലിനെതിരെ നേരിട്ടൊരു അറ്റാക്കിന് മുതിരാൻ ഒരു തരത്തിലും അറബ് രാജ്യങ്ങൾ തയ്യാറാകില്ല എന്നുള്ളത് തന്നെയാണ്. മറ്റേതെങ്കിലും തരത്തിലൊരു ഉപരോധം ഏർപ്പെടുത്താനായിരിക്കുമോ, നയതന്ത്രപരമായിട്ടൊരു തിരിച്ചടി നൽകാനായിരിക്കും സ്വാഭാവികമായിട്ടും ആലോചിക്കുന്നത്. എന്തായാലും ഇനി വരാൻ പോകുന്ന ചർച്ചകളെല്ലാം ഏറെ നിർണായകമാണ് എന്ന് എടുത്തു പറയേണ്ടതുണ്ട്. MG മിഥുനാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഇനി നമ്മുടെ തൊട്ട് അയൽപക്കത്തെ രാജ്യത്തെ പ്രതിസന്ധിയിലേക്കും വിഷയത്തിലേക്കും ഒക്കെ കടന്നു കഴിഞ്ഞാൽ സുശീല കർക്കി നേപ്പാളിന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. ജൻസി പ്രതിഷേധക്കാരുടെ പിന്തുണയോടെയാണ് അധികാരത്തിലേക്ക് എത്തിയത്. ഇടക്കാല സർക്കാരും സുശീലയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചു. MG മിഥുൻ നമുക്കൊപ്പം തുടരുന്നുണ്ട്. മിഥുൻ, നേപ്പാളിന്റെ ആദ്യ വനിതാ ജസ്റ്റിസ് ആയിരുന്നു ഇപ്പോൾ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായ സുശീല കർക്കി.
അധികാരത്തിലേറിയിരിക്കുകയാണ്. പുതിയ ഇടക്കാല സർക്കാർ വന്നിരിക്കുന്നു. രാഷ്ട്രീയമായിട്ടുള്ള ആ ഒരു വിടവ്, അസ്ഥിരത, അതിന് താൽക്കാലികമായിട്ടെങ്കിലും ഒരു പരിഹാരം ഉണ്ടായിട്ടുണ്ട്. ഇനി ഈ ഇടക്കാല സർക്കാരിൻ്റെ നീക്കങ്ങൾ ഏത് തരത്തിലായിരിക്കും? നിലവിലത്തെ നേപ്പാളിൻ്റെ ഒരു സ്ഥിതിഗതികൾ എങ്ങനെയാണ്? നിലവിൽ നേപ്പാൾ ഉണ്ടായിരുന്ന രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾക്ക് ഒരു താൽക്കാലിക വിരാമമായി എന്ന് നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം 2016 സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സുശീല കർക്കെ അന്നത്തെ ഭരണകൂടവും ഒപ്പം തന്നെ പ്രതിപക്ഷവും ഉൾപ്പെടെ ഒരുമിച്ച് ഇംപീച്ച് ചെയ്ത് പുറത്താക്കിയ ഒരു നടപടി ഉണ്ടായിരുന്നു. അവിടുത്തെ പോലീസ് മേധാവിയെ പുറത്താക്കിയതിൽ ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു. അങ്ങനെ ഇംപീച്ച് ചെയ്ത ഒരു വനിത, ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സുശീല കർക്കെ ഇപ്പോൾ ആദ്യത്തെ പ്രധാനമന്ത്രിയായി കൂടി നേപ്പാളിന്റെ പ്രധാനമന്ത്രിയായി കൂടി ഇപ്പോൾ അധികാരമേറ്റിരിക്കുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇനി നേപ്പാളിനെ സംബന്ധിച്ച് ഇനി 6 മാസത്തിനുള്ളിൽ തന്നെ മറ്റൊരു പൊതുതെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകളാണ് ഇനി നടക്കുന്നത്. ഇന്നലെ പ്രസിഡന്റ്, അതായത് നേപ്പാൾ രാജിവെച്ച പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഈ ഒരു സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. സൈനിക മേധാവി പങ്കെടുത്തിരുന്നു. ജൻസി വിഭാഗത്തിൽ നിന്ന് ഉള്ള ആളുകളും ഈ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്ന ഈ ക്യാബിനറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് നിലവിലെ സാഹചര്യത്തിൽ വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു രാജ്യം കൂടിയാണ്. സാമ്പത്തിക അസ്ഥിരത വളരെ രൂക്ഷമായിരിക്കുന്ന ഒരു സാഹചര്യം. ഒപ്പം തന്നെ ഈ പ്രക്ഷോഭവും കലാപവും ഒക്കെ പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്ന് വലിയ നാശനഷ്ടങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഏകദേശം 20 ദശലക്ഷത്തോളം ഡോളറിന്റെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു കണക്കാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതൊരു ഔദ്യോഗിക കണക്കല്ല എങ്കിൽ പോലും തന്നെ അനൗദ്യോഗിക കണക്ക് പ്രകാരം അത്രത്തോളം തുക നഷ്ടമുണ്ടായിരിക്കുന്ന ഒരു പ്രക്ഷോഭമായിരുന്നു ഇവിടെ അരങ്ങേറുകയും ചെയ്തത്. അതിൽ നിന്ന് മറികടക്കുക എന്നുള്ളൊരു വലിയ കടമ്പ ഈ സുശീല കർക്കിയുടെ നേതൃത്വത്തിലുള്ള പുതിയ ക്യാബിനറ്റിനുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിലെ ക്യാബിനറ്റിൽ മറ്റ് അംഗങ്ങൾ ആരൊക്കെയാണെന്നുള്ള അടക്കമുള്ള വിശദാംശങ്ങൾ ഇനി ഈ വരും മണിക്കൂറിലേക്ക് വരേണ്ടിയിരിക്കുന്നു. അതിൽ ഈ ജൻസി വിഭാഗങ്ങൾ നൽകുന്ന പേരുകൾ അത് പൂർണ്ണമായും പരിഗണിക്കുകയും ചെയ്യും. ഈ ജൻസി വിഭാഗത്തിൽ നിന്ന് ക്യാബിനറ്റിലേക്ക് ഒരു പ്രതിനിധികൾ ഉണ്ടാകില്ല എന്ന് അവർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പുറത്തുനിന്ന് ഈ കാര്യങ്ങൾ നിരീക്ഷിക്കുകയും ചെയ്തെന്നാണ് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ സുശീല കർക്കിയുടെ നേതൃത്വത്തിൽ നിലവിലെ പ്രതിസന്ധികളൊക്കെ മറികടന്നുകൊണ്ട് നേപ്പാളിന് പഴയ സ്ഥിതിയിലേക്ക് പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഇവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. മറ്റൊന്ന്, ഇന്ത്യയും ഈ നടപടിയെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഇന്ത്യ പോകുന്നത്. പ്രത്യേകിച്ച് അതിർത്തി പ്രദേശങ്ങളിൽ കർശന സുരക്ഷ ഇപ്പോഴും ഇന്ത്യ ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടുന്ന് ഏതെങ്കിലും തരത്തിൽ ആളുകൾ പലായനം ചെയ്ത് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ജയിലിൽ കഴിഞ്ഞവർ നിരവധി പേർ അവിടെ നിന്ന് ചാടിപ്പോയിട്ടുണ്ട്. അവരെയൊന്നും തന്നെ ഇപ്പോഴും പൂർണ്ണമായും പിടികൂടാൻ ആയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ നടപടികളൊക്കെ ഇനി നടത്തിക്കൊണ്ട് വരേണ്ട സാഹചര്യമുണ്ട്. എന്തായാലും നിലവിൽ ഒരു ശാശ്വതമായ പരിഹാരത്തിലേക്ക് നേപ്പാൾ എത്തുന്നു എന്നുള്ളത് തന്നെയാണ്. ഒരു സമാധാനത്തിൻ്റെ പാതയിലേക്ക് എത്തുന്നു. മറ്റ് കാഴ്ചകളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. പ്രക്ഷോഭകാരികൾ അവർ തന്നെ അടിച്ചു തകർത്ത മേഖലകളിൽ അവർ തന്നെ അവിടെ വൃത്തിയാക്കുന്ന ദൃശ്യങ്ങളൊക്കെ, അത്രത്തോളം അതിമനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ അവിടെ നിന്ന് പുറത്തു വരികയും ചെയ്തു. എന്തായാലും നേപ്പാൾ അശാന്തിയിൽ നിന്ന് സമാധാനത്തിൻ്റെ നിരങ്ങളിലേക്ക് പോകുന്നു എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. സുശീല കർക്കിയുടെ നേതൃത്വത്തിൽ അങ്ങനെ ഇനി ഉള്ള ദിവസങ്ങളിൽ അത്തരത്തിലുള്ള നാളുകളിലേക്ക് നേപ്പാൾ കടക്കുമെന്ന് കൂടി നമുക്ക് അനുമാനിക്കാം. തീർച്ചയായും. MG മിഥുനാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഇനി മറ്റൊരു വാർത്തയിലേക്ക് കടന്നാൽ, കർണാടകയിലെ ഹാസനിൽ ഗണേശ നിമഞ്ജന ഘോഷയാത്രയ്ക്കിടയിലേക്ക് ട്രക്ക് പാഞ്ഞു കയറിയുണ്ടായ അപകടത്തിൽ മരണം 9. ഇന്നലെ രാത്രിയാണ് അപകടമുണ്ടായത്. പരിക്കേറ്റ പലരുടെയും നില ഗുരുതരമാണ്. ഭവ്യ പാർവതി ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഭവ്യ, ഈ അപകടം എങ്ങനെ ഉണ്ടായി എന്നാണ് പ്രാഥമികമായ ഒരു വിലയിരുത്തൽ? മരണസംഖ്യ ഇനിയും ഉയരാനുള്ള ഒരു സാഹചര്യമുണ്ടോ? എന്താണ് പരിക്കേറ്റവരുടെ നില? അറിയ, കർണാടകയിലെ ഹാസനിലാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ രാത്രിയാണ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. ഗണേശ നിമഞ്ജന ഘോഷയാത്രയിലേക്ക് ട്രക്ക് പാഞ്ഞു കയറുകയായിരുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. വളരെ പേടിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ്. ദാരുണമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് കർണാടകയിലെ ഹാസനിൽ. ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ഗണേശ നിമഞ്ജന ഘോഷയാത്ര വലിയ ആഘോഷത്തോടു കൂടി ഹാസനിൽ നടന്നു വരികയായിരുന്നു. അതിലേക്കാണ് ഈ വലിയ ട്രക്ക് ഇടിച്ച് കയറിയത്. ഏറെ വേദനിപ്പിക്കുന്ന സംഭവം എന്തെന്നാൽ 9 മരണം സംഭവിച്ചിരിക്കുന്നു. അതിൽ 5
മരണം ഈ സമയത്ത് തന്നെ തത്സമയം സംഭവിച്ചതാണ്. ഇതിൽ 4 പേർ ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് മരണപ്പെട്ടിരിക്കുന്നു. അങ്ങനെ 9 മരണം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ വേദനിപ്പിക്കുന്ന വിവരം. ഇതുമാത്രമല്ല, മരണസംഖ്യ ഇനിയും ഉയരാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് ഭരണകൂടം പറയുന്നത്. നിലവിൽ ആശുപത്രിയിലുള്ള 20ഓളം പേർ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. ഇതിൽ പലരുടെയും നില ഗുരുതരമായി തുടരുകയാണ്. വലിയ തിരക്കുള്ള NH 373 റോഡിലാണ് ഈ അപകടം ഉണ്ടായതെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, ഒരു ട്രക്ക് ഈ DJ നടക്കുകയായിരുന്നു. ഗണേശ നിമഞ്ജന ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട് DJ ഡാൻസ് നടക്കുന്നതിനിടയിലേക്കാണ് ഈ ട്രക്ക് പാഞ്ഞു കയറിയത്. ട്രക്കിന് എതിരെ വന്ന ബൈക്ക് യാത്രക്കാരനെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെയാണ് ട്രക്ക് നിലതെറ്റി ഈ ആളുകൾക്കിടയിലേക്ക് പോവുകയായിരുന്നു എന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. എന്തായാലും വലിയൊരു അപകടമാണ് ഉണ്ടായത്. ഈ അപകടവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകുന്നതേ ഉള്ളൂ. എന്തായാലും 9 മരണം സംഭവിച്ചിരിക്കുന്നു എന്നുള്ള ഏറെ വേദനിപ്പിക്കുന്ന ഒരു വിവരമാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും. 5 പേരാണ് അവിടെ നിന്ന് ആ അപകടത്തിൽ അപ്പോൾ തന്നെ മരണപ്പെട്ടത്. 4 പേർ ഇപ്പോൾ അവസാനമായി ഏറ്റവും പുതിയ വിവരം ലഭിക്കുന്നത് ഒരാൾ കൂടി മരണപ്പെട്ടു എന്നുള്ള വിവരമാണ്. അങ്ങനെ 9 ആളുകളാണ് ഇപ്പോൾ ഈ ഒരു അപകടത്തിൽ മരണപ്പെട്ടത്. ഇനിയും മരണസംഖ്യ ഉയരാനുള്ള സാധ്യത തന്നെയാണ് ഭരണകൂടം പറയുന്നത്. ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങൾ ലഭ്യമാകുമ്പോൾ മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വിവരം ലഭ്യമാകുന്നു. 20ഓളം പേർ ഇപ്പോൾ നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവരുടെ ആരോഗ്യനിലയിൽ പലരുടെയും ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. ആര്യ, തീർച്ചയായും ഭവ്യ പാർവതിയാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. ഭവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ദൃശ്യമാണ് നമുക്ക് മുന്നിലുള്ളത്. ഇത്തരത്തിൽ ഗണേശ വിഗ്രഹം നിമജ്ജനം ചെയ്യാൻ പോയ ആളുകൾക്കിടയിലേക്കാണ് നിയന്ത്രണം തെറ്റി ഈ ട്രക്ക് പാഞ്ഞു കയറിയത്. അപകടം എങ്ങനെ സംഭവിച്ചു എന്നതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തത ഇനി വരേണ്ടതുണ്ട്. എന്തായാലും നിലവിൽ 9 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. പലരുടെയും നില ഗുരുതരമായി തുടരുന്നുണ്ട് എന്നതാണ് ഏറെ ആശങ്ക. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് TVK നേതാവ് വിജയുടെ ആദ്യ സംസ്ഥാന പര്യടനം ഇന്ന്. തിരുച്ചിറപ്പള്ളിയിൽ നിന്നാണ് യാത്ര തുടങ്ങുന്നത്. നിങ്ങളുടെ വിജയ് ഇതാ വരുന്നു എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് യാത്ര. ER രാഗേഷ് ചേരുന്നുണ്ട് നമുക്കിപ്പം കൂടുതൽ വിവരങ്ങളുമായി. രാഗേഷ്, നമുക്കറിയാം TVKയുടെ അല്ലെങ്കിൽ വിജയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പൊതുസമ്മേളനങ്ങളിലൊക്കെ വലിയ പൊതുജന പങ്കാളിത്തം കൂടി ഉണ്ടാകും. അത് വിജയ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പ്രഭാവം കൂടി അതിലൊക്കെ പ്രകടമാകാറുണ്ട്. അത്തരത്തിൽ ഈ ഒരു യാത്രയും വലിയ ജനപങ്കാളിത്തം കൊണ്ടുകൂടി സമ്പുഷ്ടമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം, അല്ലേ? അതെ ആര്യ, ആ വ്യക്തിപ്രഭാവം വോട്ടാക്കുക, അതിലൂടെ തമിഴകം പിടിക്കുക, സംസ്ഥാന ഭരണം പിടിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് വിജയ്ക്കുള്ളത്. കാരണം വിജയ് ഇതിനോടകം തന്നെ പാർട്ടിയുടെ 2 സംസ്ഥാന സമ്മേളനങ്ങൾ നടന്നു കഴിഞ്ഞു. ഇതിൽ തന്നെ കഴിഞ്ഞ മാസമായിരുന്നു മധുരയിൽ നടന്ന സംസ്ഥാന സമ്മേളനം. ആ സമ്മേളനത്തിലാണ് സംസ്ഥാന പര്യടനം എന്ന പ്രഖ്യാപനം വിജയ് നടത്തിയത്. അതിന് ഇന്ന് ഏതായാലും തിരുച്ചിറപ്പള്ളിയിൽ തുടക്കമാവുകയാണ്. 10:30-ക്കാണ് തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് യാത്ര ആരംഭിക്കുന്നത്. ഇതിൻ്റെ ലോഗോ പ്രകാശനം കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. ഇതിൽ ലോഗോയുടെ മുദ്രാവാക്യം അല്ലെങ്കിൽ ഈ യാത്രയുടെ മുദ്രാവാക്യം വിജയ് ഉയർത്തുന്നത് നിങ്ങളുടെ വിജയ് ഇതാ വരുന്നു, ചരിത്രം ആവർത്തിക്കും എന്നാണ് വിജയ് പറയുന്നത്. പലപ്പോഴും ചരിത്രം ആവർത്തിക്കുമെന്ന പ്രഖ്യാപനം വിജയ് ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ മധുരയിൽ നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ പോലും അക്കാര്യം സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു ബാനറുകളും ഫ്ലക്സ് ബോർഡുകളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. കാരണം വിജയ്ക്കൊപ്പം മറ്റു 2 നേതാക്കളുടെ പടങ്ങൾ കൂടി ഉണ്ടായിരുന്നു. അത് മുൻ മുഖ്യമന്ത്രിമാരായ അണ്ണാദുരയും MGRുമായിരുന്നു. ഈ 2 പേരുടെ ചിത്രം വിജയ് വെക്കുന്നതിന് ഒരു പ്രത്യേക രാഷ്ട്രീയമുണ്ട്, കാരണമുണ്ട്. കാരണം തമിഴകത്ത് 2 മാറ്റം കൊണ്ടുവന്ന നേതാക്കളാണ് ഈ 2 പേരും. കാരണം കോൺഗ്രസ് ആണ് സംസ്ഥാനം ഭരിച്ചിരുന്നത്, തമിഴ്നാട് ഭരിച്ചിരുന്നത്. അവിടെ ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭത്തിലാണ് DMK 60കളുടെ അവസാനത്തിൽ അധികാരത്തിൽ വരുന്നത്. അന്ന് മുഖ്യമന്ത്രിയായത് CN അണ്ണാദുരയാണ്. അദ്ദേഹത്തിന്റെ പടം അതുകൊണ്ട് തന്നെ വിജയ് വെക്കുന്നു. 77-ൽ DMK മാറ്റിക്കൊണ്ട് DMKയിൽ നിന്ന് പുറത്തുപോയി MGR തുടങ്ങിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ADMK. MGR മരിക്കുന്നതുവരെ പിന്നീട് മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടർന്നു. അതുകൊണ്ട് തന്നെ ഈ 2 നേതാക്കളുടെ പടം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ചിത്രം വെച്ചുകൊണ്ടാണ് ചരിത്രം ആവർത്തിക്കുമെന്ന പ്രഖ്യാപനം നടത്തിയത്. ഇപ്പോഴും ഈ ലോഗോയിലും ചരിത്രം ആവർത്തിക്കുന്നു, ആ ക്യാച്ച് വേർഡിലും ചരിത്രം ആവർത്തിക്കുന്നു എന്ന് വിജയ് പറയുന്നുണ്ട്. ഏതായാലും BJPയെയും DMKയെയും ഒരുപോലെ എതിരാളികളായി കണ്ടുകൊണ്ടുള്ള പ്രഖ്യാപനം അത് വിജയ് ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. സംസ്ഥാന പര്യടനം ഇന്ന് 10:30-ക്ക് തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് ആരംഭിക്കുകയാണ്. ഏതാണ്ട് 98 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയാണ്. അങ്ങനെ ഏറ്റവും ഒടുവിൽ ഡിസംബർ 20-ാം തീയതി മധുരയിൽ അവസാനിക്കുന്ന രീതിയിലാണ് നിലവിൽ
ഇതിൻ്റെ ഷെഡ്യൂളൊക്കെ തന്നെ ക്രമീകരിച്ചിരിക്കുന്നത്. ഏതായാലും കടുത്ത വിമർശനം ഇന്നലെയും ആവർത്തിച്ചിട്ടുണ്ട് വിജയ്. കാരണം ഈ യാത്രയിലൂടെ ലക്ഷ്യം വെക്കുന്നത് ജനങ്ങളുടെ പരാതി കേൾക്കുക, അവരുടെ ദുരിതങ്ങൾ കേൾക്കുക, അവരെ നേരിട്ട് സംവദിക്കും, അവരെ നേരിട്ട് കാണുമെന്ന് വിജയ് പറയുന്നുണ്ട്. പക്ഷേ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ സർക്കാർ ശ്രമിക്കുന്നു എന്ന ആരോപണമാണ് വിജയ് ഉന്നയിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇന്ന് സമ്മേളനം അല്ലെങ്കിൽ ഈ റാലി തുടങ്ങാൻ നിശ്ചയിച്ചിരുന്നത് തിരുച്ചിറപ്പള്ളിയിലെ ബസ് സ്റ്റാൻഡിൽ നിന്നാണ്, അതിന് സമീപത്ത് നിന്നാണ്. പക്ഷേ അവിടെ വിലക്ക് ഏർപ്പെടുത്തുകയാണ് പോലീസ് ചെയ്തത്. കാരണം കൂടുതൽ ആളുകൾ എത്തിയാൽ അത് നിയന്ത്രണ വിധേയം ആകാൻ കഴിയില്ല എന്ന വാദമാണ് പോലീസ് നിരത്തിയത്. അതുകൊണ്ട് തന്നെ ഗാന്ധി മാർക്കറ്റിനോട് ചേർന്നുള്ള സ്ഥലത്താണ് ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത്. അതാകട്ടെ 25 മിനിറ്റ് മാത്രമാണ്. ഇതാണ് TVK ചോദ്യം ചെയ്യുന്നത്. മാത്രവുമല്ല മറ്റ് ചില നിർദ്ദേശങ്ങൾ, നിയന്ത്രണങ്ങൾ കൂടി പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. വാഹന ജാഥ പാടില്ല, പകരം 5 വാഹനങ്ങൾക്ക് മാത്രമാണ് ഈ യാത്രയ്ക്ക് അനുമതി നൽകിയിരിക്കുന്നത്. അങ്ങനെ പല പല നിയന്ത്രണങ്ങൾ പോലീസ് വെച്ചിട്ടുണ്ട്. ഇതിനെല്ലാം തന്നെ ചോദ്യം ചെയ്യുന്നുണ്ട്. മറ്റൊരു നേതാവിനും ഇല്ലാത്ത രീതിയിലുള്ള നിയന്ത്രണം പോലീസ് ഏർപ്പെടുത്തുന്ന വിമർശനമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിനും പോലീസിനുമെതിരെ TVKയും വിജയും ഉന്നയിക്കുന്നത്. ആര്യ. യെസ്, ER രാഗേഷാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. എന്തായാലും TVK നേതാവ് വിജയുടെ ആദ്യ സംസ്ഥാന പര്യടനത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. മറ്റു വാർത്തകളിലേക്ക് കടന്നാൽ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ സസ്പെൻഷൻ നടപടി സ്പീക്കറെ അറിയിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ രാഹുലിനെതിരെ എടുത്ത നടപടി വിശദീകരിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് സ്പീക്കറുടെ ഓഫീസിന് കത്ത് കൈമാറിയത്. ഇതോടെ UDF MLA-മാരുടെ ബ്ലോക്കിൽ ഇരിക്കുന്നതിൽ നിന്ന് രാഹുലിന് വിലക്ക് വരും. സഭയിലെത്തിയാൽ പ്രത്യേക ബ്ലോക്കിലാകും ഇനി രാഹുൽ ഇരിക്കേണ്ടി വരിക. മസ്തിഷ്ക മരണം സംഭവിച്ച അങ്കമാലി സ്വദേശി ദിൽജിത്തിന്റെ ഹൃദയം ഇനി കൊല്ലം സ്വദേശിനിയായ 13-കാരി മിടിക്കും. കൊച്ചി ലിസി ആശുപത്രിയിലായിരുന്നു ഹൃദയമാറ്റ ശസ്ത്രക്രിയ. പുലർച്ചെ 1:20 അങ്കമാലിയിൽ നിന്നും ഹൃദയം എറണാകുളത്ത് എത്തിച്ചത്. 1:30 തുടങ്ങിയ ശസ്ത്രക്രിയ 5 മണിയോടെ പൂർത്തിയായി. ഈ മാസം 2 നെടുമ്പാശ്ശേരിയിൽ വെച്ചാണ് ദിൽജിത്ത് സഞ്ചരിച്ച ബൈക്കിൽ ലോറി ഇടിച്ച അപകടമുണ്ടായത്. അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസം മസ്തിഷ്ക മരണം സംഭവിക്കുകയായിരുന്നു. ഹൃദയത്തിന് പുറമെ കരളും വൃക്കകളും കണ്ണും ഉൾപ്പെടെ ദാനം ചെയ്തു. 7 പേരിലൂടെ ദിൽജിത്ത് ഇനി ജീവിക്കും. ബിവറേജസ് കോർപ്പറേഷന്റെ കുപ്പി പരിഷ്കാരത്തിൽ വലഞ്ഞ് ഉപഭോക്താക്കളും ജീവനക്കാരും. പ്ലാസ്റ്റിക് മദ്യക്കുപ്പികൾക്ക് 20 രൂപ അധികം വാങ്ങി കാലിക്കുപ്പി തിരിച്ചു കൊടുക്കുമ്പോൾ പണം തിരികെ നൽകുന്ന രീതിയാണ് കൃത്യമായ മുന്നൊരുക്കങ്ങൾ ഇല്ലാതെ നടപ്പിലാക്കിയത് കാരണം ജീവനക്കാർക്ക് തലവേദനയായിരിക്കുന്നത്. കുപ്പി നൽകാനായുള്ള തിരക്ക്, ഔട്ട്ലെറ്റിൽ നിന്ന് തന്നെ മദ്യം വേറെ കുപ്പിയിലാക്കുന്നവർ, കാലിക്കുപ്പികളുടെ കണക്കൊപ്പിക്കൽ, അങ്ങനെ നീളുകയാണ് ജീവനക്കാരുടെ ദുരിതം. ബെവ്കോയുടെ പുത്തൻ പരിഷ്കാരം ചില ഉപഭോക്താക്കൾ ഇങ്ങനെയാണ് മറികടക്കുന്നത്. ഔട്ട്ലെറ്റിലേക്ക് കാലിക്കുപ്പിയുമായി എത്തിയാൽ 20 രൂപ ഇങ്ങനെ ലാഭിക്കാം. പ്ലാസ്റ്റിക് കുപ്പികൾ വഴി ഉണ്ടാകുന്ന മലിനീകരണം നിയന്ത്രിക്കാനായി ബെവ്കോ മുന്നോട്ട് വെച്ച പുത്തൻ ആശയമായിരുന്നു പ്ലാസ്റ്റിക് മദ്യക്കുപ്പികൾക്ക് 20 രൂപ അധികം ഈടാക്കി കുപ്പി തിരികെ നൽകുമ്പോൾ ഈ തുക തിരികെ നൽകുക എന്നത്. പക്ഷേ കൃത്യമായ മുന്നൊരുക്കമില്ലാതെ 2 ജില്ലകളിൽ നടപ്പാക്കിയ പുതിയ രീതി ജീവനക്കാരെ ശരിക്കും വലച്ചിരിക്കുകയാണ്. കുടുംബശ്രീയിൽ നിന്നും പ്രത്യേകം ജീവനക്കാരെ നിയമിക്കുമെന്ന ഉറപ്പ് നടപ്പായിട്ടില്ല. ജീവനക്കാർ തന്നെ കുപ്പിക്ക് മുകളിൽ സ്റ്റിക്കർ ഒട്ടിക്കണം, രസീത് നൽകണം, ഒഴിഞ്ഞ കുപ്പിയുമായി വരുന്നവർക്ക് പണം തിരികെ നൽകണം. പരീക്ഷണ പദ്ധതി ജീവനക്കാരെ ശരിക്കും പരീക്ഷിക്കുകയാണ്. ഇതിനു മുൻപ് ക്യൂ നിൽക്കാതെ മദ്യം വാങ്ങാൻ കഴിഞ്ഞിരുന്ന തിരുവനന്തപുരത്തെ പല ഔട്ട്ലെറ്റുകളിലും ഇപ്പോൾ രാത്രി സമയങ്ങളിൽ നീണ്ട ക്യൂ അനുഭവപ്പെടുന്നുണ്ട്. ഒരു ദിവസത്തെ മദ്യം വിൽപ്പനയുടെ കണക്കെടുക്കുന്നതിനൊപ്പം തിരിച്ചെത്തിയ കുപ്പികളുടെ കണക്കും രേഖപ്പെടുത്തണം. ഇതും ജീവനക്കാർക്ക് ഇരുട്ടടിയാണ്. ശേഖരിക്കുന്ന കുപ്പികൾ ഇതുവരെ ഔട്ട്ലെറ്റുകളിൽ നിന്ന് മാറ്റിയിട്ടില്ല. ഇതും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. 6 മണി മുതൽ 9 മണി വരെ ആണ് 60% കസ്റ്റമറും ഈ മദ്യം വാങ്ങാനായിട്ട് നമ്മുടെ ഷോപ്പിലേക്ക് എത്തുന്നത്. അപ്പം അവർക്കത് വേഗത്തിൽ കൊടുക്കാനായിട്ട് ഇപ്പോൾ സാധിക്കുന്നില്ല. കാരണം ഈ ബില്ലിന് പുറമെ ഒരു ബോട്ടലിന്, പ്ലാസ്റ്റിക് ബോട്ടലിന് 20 രൂപ, അത് എല്ലാ ബോട്ടലുകളിലും, അത് 160 രൂപ മുതൽ മുകളിലോട്ട് വരുന്ന എല്ലാ ബോട്ടലുകളിലും 20 രൂപ ഞങ്ങൾക്ക് ഈടാക്കേണ്ടി വരുന്നുണ്ട് പ്ലാസ്റ്റിക് ബോട്ടലുകൾക്ക്.
അപ്പൊ അതിന് സ്റ്റിക്കർ ആ നിമിഷമാണ് നമുക്ക് ഒട്ടിക്കേണ്ടി വരുന്നത്. അത് ഒട്ടിച്ചതിന് ശേഷം ഒരു റെസിപ്റ്റ് കൂടി അവർക്ക് നൽകുന്നുണ്ട്. ഈ കുപ്പി തിരിച്ചു കൊണ്ടുവരുമ്പോൾ അവർക്ക് ഞങ്ങൾ ആ 20 രൂപ തിരിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ ഈ 3 ദിവസമായിട്ട് വിറ്റുപോയതിൽ മുഴുവൻ കുപ്പികളും വന്നിട്ടില്ല. പക്ഷെ ഒരു 20% കുപ്പികൾ വരുന്നുണ്ട്. പക്ഷെ അങ്ങനെ വരുമ്പോൾ അത് സ്വീകരിക്കുമ്പോഴും അതിനും മറ്റൊരു പ്രയാസം ആ വിൽപ്പന ഭാഗത്ത് നേരിടേണ്ടി വരുന്നുണ്ട്. കനത്ത നികുതി നൽകി വാങ്ങുന്ന മദ്യത്തിന്മേൽ നിന്നും കൂടുതൽ തുക ഖജനാവിലേക്ക് എത്തിക്കാനുള്ള തന്ത്രമാണിതെന്നും വിമർശനമുയരുന്നുണ്ട്. 20 രൂപയ്ക്കായി വീണ്ടും ഔട്ട്ലെറ്റിലേക്ക് വരേണ്ടി വരുന്ന ഉപഭോക്താക്കളെയും പുതിയ രീതി ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. അപ്പോൾ നമുക്ക് മറ്റു വാർത്തകളിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു ചെറിയ ഇടവേള എടുക്കാം. ഇല്ലാത്തതുകൊണ്ട് വാഹനങ്ങൾ സ്വന്തം നിലയ്ക്ക് വലിയ സ്പീഡിലൊക്കെ പോകുമ്പോൾ തൊട്ട് പുറകെ വരുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ച് ബൈക്ക് യാത്രികർക്കൊക്കെ വലിയ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. പൊടിശല്യം രൂക്ഷമായതോടെ റോഡരികിലെ കടകൾ അടച്ചിടേണ്ട അവസ്ഥയാണ്. ബസ്സുകളടക്കമുള്ള വലിയ വാഹനങ്ങളുടെ അമിത വേഗതയിലുള്ള ഓട്ടവും പൊടിശല്യം രൂക്ഷമാകാൻ കാരണമാണ്. മേലെപ്പട്ടാമ്പി അലക്സ് തിയേറ്റർ മുതൽ കൽപ്പക ജംഗ്ഷൻ വരെയാണ് യാത്രക്കാർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. പലർക്കും ആരോഗ്യ പ്രശ്നങ്ങളുമുണ്ട്. രാത്രികാലങ്ങളിൽ റോഡ് നവീകരണം നടക്കുന്നുണ്ടെങ്കിലും പകൽ സമയമുള്ള പൊടിശല്യത്തിന് താൽക്കാലികമായെങ്കിലും പരിഹാരം കാണുകയോ വേഗത്തിൽ റോഡ് ടാറിംഗ് പൂർത്തിയാക്കണമെന്നും എന്നുമാണ് ആവശ്യം. ന്യൂസ് 18 പട്ടാമ്പി. യാത്രാ ദുരിതത്തിൽ വലഞ്ഞ തെന്മല ഗ്രാമപഞ്ചായത്തിലെ വാലുപറമ്പ് നിവാസികൾ റോഡില്ലാത്തത് മൂലം വന്യമൃഗങ്ങളുള്ള കാട്ടിലൂടെ രോഗികളെ തലച്ചുമടായി കൊണ്ടുപോകേണ്ട അവസ്ഥയാണ് നാട്ടുകാർക്ക്. തെന്മല വാലുപറമ്പ് നിവാസികളുടെ ദുരിതത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. വന്യമൃഗങ്ങളുള്ള കൊടും വനത്തിലൂടെ കാൽനടയായാണ് ഇവർ സ്വന്തം വീടുകളിൽ എത്തുന്നത്. കഴുതുരുട്ടി റെയിൽവേ സ്റ്റേഷൻ ജംഗ്ഷനിൽ നിന്നും 400 മീറ്റർ കഴിഞ്ഞ് ഒരു ചെറിയ പാലം നിർമ്മിച്ചു നൽകിയാൽ 6 കിലോമീറ്റർ ചുറ്റി സഞ്ചരിക്കാതെ പ്രദേശവാസികൾക്ക് ഗ്രാമത്തിലെത്താൻ കഴിയും. എന്നാൽ വർഷങ്ങളായി നിയമക്കുരുക്ക് പറഞ്ഞ് പ്രദേശവാസികളെ അവഗണിക്കുകയാണ് അധികൃതർ. യാത്രാ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് എവിടെയായാലും വണ്ടി സൗകര്യം ഉള്ളിടത്ത് ഒരു വീടിനുള്ള ഒരു 3 സെന്റ് സ്ഥലവും ഒരു പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ച് കിട്ടണം. എനിക്ക് അത് മാത്രമേ ഉള്ളൂ ഒരു ആഗ്രഹവും. കൊണ്ടുപോകാൻ വഴി സൗകര്യം വണ്ടി സൗകര്യമുള്ള ഒരു വീട് വേണം. അതിന് പഞ്ചായത്തിൽ നിന്ന് എനിക്കൊരു 3 സെന്റവും അതിനുള്ള ഒരു സഹായം ചെയ്തു തരണം. ഹൃദയസംബന്ധമായ രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് വാലുപറമ്പിൽ സ്വദേശി ശശിധരനെ വാർഡ് മെമ്പർ നാഗരാജിന്റെ നേതൃത്വത്തിൽ തോളിലേറ്റിയാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. അവിടെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ആശുപത്രി എടുത്തുകൊണ്ടിരുന്ന ഈ ഒരു ജീപ്പും ഈ ഒരു ഡ്രൈവറും അല്ലാതെ വേറെ ആരും ആ റൂട്ടിലോട്ട് പോകത്തില്ല. ഒന്ന്. രണ്ടാമത്, ഇതുപോലെയുള്ള പാലിയേറ്റീവ് രോഗികൾ വനാന്തരങ്ങളിൽ താമസിക്കുന്നവർക്ക് അടിയന്തരമായ റോഡ് സൈഡിൽ അവർക്ക് താമസ സൗകര്യം റോഡ് സൗകര്യം ഉള്ളിടത്ത് 3 സെന്റ് സ്ഥലം കൊടുക്കുന്നതിന് ഗ്രാമപഞ്ചായത്ത് മുൻഗണന നൽകണമെന്ന് കഴിഞ്ഞ എല്ലാ ബഡ്ജറ്റ് കമ്മിറ്റിയിലും നമ്മൾ പറയുന്നുണ്ടെങ്കിലും അത് നടപ്പാക്കാത്ത സാഹചര്യമാണ് ഉള്ളത്. 20ഓളം കുടുംബങ്ങൾ താമസിച്ചിരുന്ന പ്രദേശത്ത് ഇപ്പോൾ വിരലിൽ എണ്ണാവുന്നവർ മാത്രമാണുള്ളത്. വന്യമൃഗങ്ങളുടെ ശല്യവും അടിസ്ഥാന സൗകര്യവും ഇല്ലാത്തത് മൂലം വീട് വിട്ടുപോവുകയാണ് താമസക്കാർ. ന്യൂസ് 18 പുനലൂർ. ഇനി കൊല്ലം മൺട്രോത്തുരുത്തിലാകട്ടെ റോഡ് അപകട ഭീഷണിയിലാണ്. നിരവധി സഞ്ചാരികൾ എത്തുന്ന പ്രദേശത്തെ പ്രധാന പാതയാണ് കുണ്ടും കുഴിയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നത്. ഇതോടെ കുട്ടവഞ്ചി സവാരിയും ബോട്ടിങ്ങും ഉൾപ്പെടെയുള്ള മേഖലയിലെ വിനോദസഞ്ചാര മേഖലയും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. കൊല്ലത്ത് വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ട കേന്ദ്രമായ മൺട്രോത്തുരുത്തിൽ റോഡുകളുടെ തകർച്ചയും പരിപാലനക്കുറവും ഗുരുതര പ്രശ്നമായി മാറിയിരിക്കുകയാണ്. വിദേശികൾ ഉൾപ്പെടെ ഒട്ടനവധി സഞ്ചാരികൾ ദിവസേന എത്തുന്ന പ്രദേശമാണ് മൺട്രോത്തുരുത്ത്. എന്നാൽ യാത്രാമാർഗമായ റോഡുകൾ ഇപ്പോൾ കുഴികളാലും പൊട്ടിച്ചിതറിപ്പോയ കോൺക്രീറ്റ് പാളികളാലും അപകട ഭീഷണിയിലായിരിക്കുകയാണ്. മഴക്കാലത്തെ വേലിയേറ്റവും വെള്ളക്കെട്ടും റോഡ് ഗതാഗതം പൂർണ്ണമായും ദുഷ്കരമാക്കുന്നു. വളരെ ദുരിതത്തിലായിരുന്നു ഞങ്ങളിവിടെ താമസം വന്നതിന് ശേഷം. ഇവിടുത്തെ റോഡിൻ്റെ ഗതി കൊണ്ട് ഞങ്ങൾ വളരെ പരാജയത്തിലാണ്. അതിൻ്റെ പേരിൽ ഞങ്ങളുടെ ഒരു പണികളും നടക്കുന്നില്ല. ഓട്ടോ വിളിച്ചാൽ പോലും വരുന്നില്ല. വിനോദസഞ്ചാരികളെ ആകർഷിച്ച് വളർന്നു വരുന്ന റിസോർട്ട് വ്യവസായമാണ് ഇതുകാരണം ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുന്നത്. നിരവധി റിസോർട്ടുകളും ഹോം സ്റ്റേകളും പ്രവർത്തിക്കുന്ന മൺട്രോത്തുരുത്തിലെ എസ് വളവിലുള്ള പ്രധാന റോഡാണ് സഞ്ചാരികൾക്ക് വലിയ ബുദ്ധിമുട്ടായി മാറിയിരിക്കുന്നത്.
റോഡിന്റെ ദുരിതാവസ്ഥ കാരണം പ്രദേശവാസികൾക്കും കടുത്ത ബുദ്ധിമുട്ടാണ്. രോഗികളെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനും കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നതിനും പോലും വലിയ വെല്ലുവിളി നേരിടേണ്ടി വരുന്നു. വാഹനങ്ങൾ പലപ്പോഴും കേടുപാടുകൾ നേരിടുന്നതും നാട്ടുകാരുടെ ദിനചര്യയെ ബാധിക്കുന്നുണ്ട്. പ്രദേശവാസികൾ നിരന്തരം പരാതിപ്പെട്ടിട്ടും കാര്യമായ പരിഹാരമുണ്ടായിട്ടില്ലെന്നാണ് ആരോപണം. ന്യൂസ് 18 കൊല്ലം. കോഴിക്കോട് പേരാമ്പ്രയിൽ കാട്ടാന ആക്രമണം. പേരാമ്പ്രയിലെ എസ്റ്റേറ്റിൽ ടാപ്പിംഗ് വാച്ചർ തൊഴിലാളിയായ ബാബുവിനാണ് ഗുരുതരമായി പരിക്കേറ്റത്. വാരിയെല്ലിന് പൊട്ടലേറ്റ ബാബു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. MS അനീഷ് കുമാർ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അനീഷ്, വീണ്ടും ഒരു കാട്ടാന ആക്രമണ വാർത്ത കൂടി. വിശദാംശങ്ങൾ എങ്ങനെയാണ് അനീഷ്? ഇന്നലെ രാത്രി ഏതാണ്ട് 10 കൂടിയാണ് കാട്ടാന ആക്രമണം ഉണ്ടായത്. പേരാമ്പ്രയിൽ അവിടുത്തെ എസ്റ്റേറ്റില് ടാപ്പിംഗ് തൊഴിലാളിയാണ് ബാബു. ഒപ്പം ഈ താൽക്കാലികമായി വാച്ചർ ജോലിയും നോക്കുന്നുണ്ട്. ഇത്തരത്തിൽ കാട്ടാന ഇറങ്ങിയെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് ബാബുവും മറ്റൊരു ജീവനക്കാരനും കാട്ടാനെ തുരത്താനായി പോവുകയായിരുന്നു. ഈ ശ്രമത്തിനിടെ കാട്ടാന തിരിച്ച് ഈ ജീവനക്കാർക്കെതിരെ തിരിയുകയും ആക്രമിക്കുകയുമായിരുന്നു. അദ്ദേഹത്തിന് ഗുരുതരമായ പരിക്കുകളാണ് പറ്റിയിരിക്കുന്നത്. 4 വാരിയലുകൾ ഒടിഞ്ഞിട്ടുണ്ട്. ഒപ്പം തോളലിനും ഗുരുതരമായ പരിക്കുണ്ട് എന്നാണ് അധികൃതർ പറയുന്നത്. പേരാമ്പ്രയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ നമുക്ക് അല്പസമയത്തിനകം ലഭ്യമാക്കാൻ കഴിയും. എന്തായാലും പ്രാഥമികമായി തോളലിനും മറ്റുമൊക്കെ വാരിയലിനും ഗുരുതരമായ പരിക്ക് പറ്റിയിട്ടുണ്ടെന്ന വിവരമാണ് ലഭിക്കുന്നത്. സ്ഥിരമായി തന്നെ കാട്ടാന ഇറങ്ങുന്ന ഒരു മേഖലയാണ് ഈ എസ്റ്റേറ്റ് നിലനിൽക്കുന്ന സ്ഥലം. അവിടെ ഇന്നലെ തന്നെ ഏതാണ്ട് 7 കാട്ടാനകളാണ് ആദ്യം എത്തിയത്. അതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. ആ കാട്ടാനകൾ പ്രദേശത്ത് ഇറങ്ങിയ ശേഷം അതിൽ 4 കാട്ടാനകൾ മടങ്ങുകയും വീണ്ടും 3 എണ്ണം അവിടെ തന്നെ നിലയുറപ്പിക്കുകയായിരുന്നു. ഇതോടെയാണ് പടക്കം വെച്ചും മറ്റുമൊക്കെ ഈ കാട്ടാനെ തുരത്താനുള്ള നീക്കങ്ങൾ ബാബുവിന്റെയും മറ്റുള്ളവരുടെയും ഭാഗത്തുനിന്നും ഉണ്ടായത്. ഇതാണ് കാട്ടാനെ പ്രകോപിപ്പിച്ചെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്തായാലും അദ്ദേഹത്തിന്റെ ആരോഗ്യനില സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ അല്പസമയത്തിനകം ലഭിക്കും. ഗുരുതരമായ പരിക്ക് അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ട് എന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. MS അനീഷ് കുമാറാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. മറ്റു വാർത്തകളിലേക്ക് എത്തും മുമ്പ് ഒരു ചെറിയ ഇടവേള. വീണ്ടും രാവിലെയിലേക്ക് സ്വാഗതം. വാർത്തകൾ തുടരുകയാണ്. ഇടുക്കി എഴുകും വയലിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. എഴുകും വയലിൽ സ്വദേശി ജിയോ ജോർജിന്റെ കാറാണ് കത്തി നശിച്ചത്. പ്രിൻസ് ജെയിംസ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. പ്രിൻസ്, ഇത്തരത്തിലുള്ള അപകട വാർത്തകൾ നമ്മളിപ്പോൾ സ്ഥിരമായി കേൾക്കാറുണ്ട്. ഈ അപകടം എങ്ങനെ സംഭവിച്ചു എന്നാണ് പ്രാഥമിക നിഗമനം? ആർക്കെങ്കിലും പരിക്കു പറ്റിയിട്ടുണ്ടോ? ആര്യ, ഇന്ന് രാവിലെ 5:15 ഈ അപകടം സംഭവിക്കുന്നത്. ജിജോയും കുടുംബവും, അതായത് ജിജോയും ഭാര്യയും അമ്മയും 3 കുട്ടികളും അടങ്ങുന്ന കുടുംബം രാവിലെ പള്ളിയിലേക്ക് പോകുന്നതിനിടെയായിരുന്നു അപകടം. വാഹനത്തിൽ നിന്ന് പെട്ടെന്ന് തീ വീരുകയായിരുന്നു. ഇത് കണ്ട് ഈ വാഹനത്തിലുണ്ടായിരുന്നവർ പുറത്തേക്ക് ഇറക്കി രക്ഷപ്പെട്ടു. ഇതിനിടയ്ക്ക് ഇവർക്ക് നേരിയ തോതിൽ പൊള്ളലൊക്കെ ഏറ്റിട്ടുണ്ട്. എന്നാലും ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ഇവരെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഈ അപകടം തീ കത്തി തുറന്ന ഉടൻ തന്നെ നാട്ടുകാർ ഓടിക്കൂടുകയും തുടർന്ന് ഫയർഫോഴ്സ് ഇറങ്ങുകയും ചെയ്തു. ഉടനെ ഫയർഫോഴ്സ് അങ്ങ് എത്തി തീ അടക്കിയായിരുന്നു. മറ്റ് അപകടങ്ങളൊന്നുമില്ല. എങ്കിലും രാവിലെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വാഹനത്തിൽ തീ പിടിച്ചത്. ഇവർക്ക് പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങാൻ സാധിച്ചതിൽ വലിയ അപകടം കൂടാതെ രക്ഷപ്പെടാൻ സാധിച്ചു. ആര്യ, പ്രിൻസ് ജെയിംസ് ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. എന്തായാലും പ്രിൻസ് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അപകടം, തീ ഉയരുന്നത് കണ്ട് തന്നെ ആ കുടുംബം ആ കാറിൽ നിന്ന് എത്രയും വേഗം പുറത്തേക്ക് ഇറങ്ങി രക്ഷപ്പെട്ടതിനാൽ വലിയ അപകടം ഒഴിവായി. നിസാര പൊള്ളലുകൾ മാത്രമേ ഏറ്റിട്ടുള്ളൂ. 55 വർഷമായി ചാലിയാറുകാരുടെ ദാഹം അകറ്റുന്നത് കുഞ്ഞാപ്പയാണ്. ഗോലി സോഡയിൽ തുടങ്ങിയ ചാലിയാറുകാരുടെ സ്വന്തം സോഡാ കുഞ്ഞാപ്പ. കാണാം സോഡാ കുഞ്ഞാപ്പയുടെ വിശേഷങ്ങൾ. പതിമൂന്നാം വയസ്സിൽ ഉപ്പയെ സഹായിച്ചുകൊണ്ട് സോഡ വിതരണ മേഖലയിലേക്ക് ഇറങ്ങിയതാണ് ചാലിയാറുകാരുടെ സ്വന്തം സോഡാ കുഞ്ഞാപ്പ എന്ന ഷൗക്കത്ത് അലി. നിലമ്പൂർ ചെട്ടിയങ്ങാടിയിൽ ഷൗക്കത്ത് അലിയുടെ പിതാവ് മുഹമ്മദിന് സോഡ നിർമ്മാണ ഫാക്ടറി ഉണ്ടായിരുന്നു. അവിടെ നിർമ്മിക്കുന്ന സോഡ ചാലിയാർ പഞ്ചായത്തിൽ വിതരണം ചെയ്യുന്ന ചുമതല പിതാവ് ഷൗക്കത്ത് അലി ഏൽപ്പിച്ചു.
സൈക്കിളിൽ തങ്ങളുടെ ദാഹമകറ്റാൻ സോഡയുമായി എത്തുന്ന ഷൗക്കത്ത് അലി പതിയെ നാട്ടുകാർക്ക് കുഞ്ഞാപ്പയായി. ക്രമേണ സോഡ കുഞ്ഞാപ്പയും. ചാലിയാറുകാരുടെ ആ കുഞ്ഞാപ്പ വിളി ഷൗക്കത്ത് അലിക്കും അഭിമാനമാണ്. ആദ്യം സൈക്കിളിൽ സോഡ വിതരണം നടത്തിയ കുഞ്ഞാപ്പ ക്രമേണ കാലമനുശാസിക്കുന്ന മാറ്റങ്ങളെല്ലാം തന്റെ വാഹനത്തിൽ വരുത്തി. M80 ഓട്ടോ അങ്ങനെ വാഹനങ്ങൾ പലത് മാറിയെങ്കിലും കുഞ്ഞാപ്പയുടെ സോഡ മാത്രം മാറിയില്ല. ഇന്ന് 68-ാം വയസ്സിലും ഊർജ്ജസ്വലനായി നാട്ടുകാരുടെ ദാഹമകറ്റാൻ ഷൗക്കത്ത് അലി സോഡയുമായി എത്തുന്നുണ്ട്. ഇന്ന് ചാലിയാറിലും ചുങ്കത്തറ പഞ്ചായത്തിലെ എരുമമുണ്ട, ചെമ്പൻകൊല്ലി ഭാഗങ്ങളിലും കുഞ്ഞാപ്പയുടെ ചാലിയാർ സോഡയാണ് ഹീറോ. എഴുപതിന് മുന്നേ തുടങ്ങിയിരുന്നു, 68-69 അപ്പോൾ ഞാൻ നിലമ്പൂരിൽ സോഡ കൊണ്ടിരുന്നു. നിലമ്പൂർ വില്ലേജ് ഓഫീസിൻ്റെ നേരെ മുന്നിൽ സോഡ വാപ്പന സോഡ കമ്പനി. അവിടെ ഞാൻ കളത്തങ്കടയിൽ ഇപ്പോഴത്തെ മാനവത ഹൈസ്കൂളില്ലേ, അതിലേന്ന് സൈക്കിൾ വരുള്ളൂ. അതിലിറക്കിയിട്ട് പുഴയിൽ കൂടെ വന്നിട്ട് തോണിന് വന്നിട്ടുണ്ട്. പിന്നെ അന്ന് ഇപ്പോഴത്തെ മാതിരി റോഡ് ധാറിങ്ങില്ല, ഒക്കെ കട്ട റോഡാണ്. പൂന്തിയോണം പൊടിയും കല്ലും ഒക്കെ ആണ്. അപ്പോൾ സൈക്കിളുമ്പോൾ 2 ട്രിപ്പൊക്കെ ഞാൻ അമ്പാടത്തേക്ക് വന്നിട്ടുണ്ട്. ഞാനും ബാപ്പി വന്നിട്ടുണ്ട്, അപ്പോൾ ഒരുമിച്ച് വന്നിട്ടുണ്ട്. അത് സോഡക്ക് 10 പൈസയാണ്. അതിൽ 3 പൈസ കമ്മീഷനും 7 പൈസ ഞങ്ങൾക്ക് കൂട്ടും. പിന്നെ അത് ചായക്കും 10 പൈസ. പിന്നെയാണ് അന്ന് ഈ കളറുണ്ടായിരുന്നു. കളറിന് 15 പൈസ, 5 പൈസ കമ്മീഷനും 10 പൈസ ഞങ്ങൾക്ക് കൊണ്ടിരിക്കുന്നത്. ഗോലി സോഡയുടെ ആദ്യ കാലം മുതൽ കുഞ്ഞാപ്പയുടെ സോഡ ചാലിയാറിലുണ്ട്. 13-ാം വയസ്സിൽ കച്ചവടത്തിനിറങ്ങുമ്പോൾ ഗോലി സോഡയ്ക്ക് വില 10 പൈസ. കടക്കാരുടെ കമ്മീഷൻ കിഴിച്ച് കുഞ്ഞാപ്പയ്ക്ക് കിട്ടുന്നത് 7 പൈസ. കളർ സോഡയ്ക്ക് അന്ന് 15 പൈസ വിലയുണ്ട്, 5 പൈസ കമ്മീഷൻ നൽകണം. ഇന്ന് ആ 7 പൈസയുടെ സ്ഥാനത്ത് കുഞ്ഞാപ്പയ്ക്ക് സോഡ ഒന്നിന് കിട്ടുന്നത് 7 രൂപ. ഇവിടെ വന്നിട്ട് 39-40 വർഷം പോലെ. ഞാൻ ആദ്യം സ്റ്റാർട്ടിങ് വീട്ടിൽ കമ്പനി ഇട്ടത്. പിന്നെ ഞാൻ അകമ്പാടത്തൊക്കെ വാങ്ങി മദ്രസിൻ്റെ കെട്ടിടമാക്കി. ഇപ്പം ഞാൻ അവിടുന്ന് ഇപ്പോൾ 4 വർഷമായി ഇപ്പം ഇങ്ങോട്ട് വന്നിട്ട് വട്ടക്കോട്, പിന്നെ മൊഡേണ റോഡ് ഇവിടെ വട്ടക്കോട് ഇപ്പോൾ താമസം. സോഡ കമ്പനിക്ക് വാങ്ങിയത് 4 വർഷം കഴിഞ്ഞു. നിലമ്പൂരുകാരനായ ഷൗക്കത്ത് അലി 40 വർഷമായി ചാലിയാർ പഞ്ചായത്തിലെ ബോട്ടേക്കാടാണ് താമസം. ആദ്യമായി കച്ചവടത്തിനിറങ്ങുമ്പോൾ പിതാവ് നൽകിയ ഒരു ഗോലി സോഡ ഇന്നും ഷൗക്കത്ത് അലി നിധി പോലെ സൂക്ഷിച്ചിട്ടുണ്ട്. ഒപ്പം പിതാവിന്റെ കാലത്ത് സോഡ ഉണ്ടാക്കിയിരുന്ന പഴയ സംവിധാനങ്ങളെല്ലാം ബൊട്ടേലക്കാടെ സോഡ ഫാക്ടറിയിൽ ഷൗക്കത്ത് അലി ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അന്ന് പാലമില്ലാത്ത കാലത്ത് സൈക്കിൾ ചവിട്ടിയും തോണിയിൽ കയറിയും സോഡ കച്ചവടം നടത്തിയത് ഇന്നലെ എന്നതുപോലെ ഷൗക്കത്ത് അലിക്ക് ഓർമ്മയുണ്ട്. വിവിധയിനം ശീതളപാനീയങ്ങൾ വിപണി കീഴടക്കിക്കൊണ്ടിരിക്കുമ്പോഴും കുഞ്ഞാപ്പയുടെ സോഡയ്ക്ക് ആവശ്യക്കാർ ഏറെയാണ്. സോഡ ഉണ്ടാക്കുന്നതും വിപണനം നടത്തുന്നതും കുഞ്ഞാപ്പ തന്നെ. സഹായികളായ മക്കളായ ഫൈസലും റഷീദും ഒപ്പമുണ്ട്. ന്യൂസ് 18 തിരൂർ. കാഞ്ഞങ്ങാട് KSRTC ഡിപ്പോയിൽ എത്തുന്ന യാത്രക്കാരെ വരവേൽക്കുന്നത് ഔഷധ സസ്യത്തോട്ടവും മനോഹരമായ പൂന്തോട്ടവുമാണ്. മന്ത്രി KB ഗണേഷ് കുമാറിന്റെ ആശയം ജീവനക്കാർ ഏറ്റെടുക്കുകയായിരുന്നു. ഇതോടൊപ്പം അലങ്കാര ചെടികളും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഉപയോഗശൂന്യമായ ബസിന്റെ സ്പെയർ പാർട്സുകളാണ് പൂച്ചട്ടികളിൽ ഏറെയും. സുരക്ഷയുമുള്ള ഡിപ്പോ എന്ന മന്ത്രി KB ഗണേഷ് കുമാറിന്റെ സ്വപ്ന പദ്ധതി ഏറ്റെടുത്താണ് കാഞ്ഞങ്ങാട് ഡിപ്പോയും വ്യത്യസ്ത മാതൃക തീർത്തത്. 150-ലധികം ഔഷധ സസ്യങ്ങളാണ് ഇവിടെ നട്ടുവളർത്തുകയും പരിപാലിക്കപ്പെടുകയും ചെയ്യുന്നത്. ഒരു വർഷം മുൻപാണ് ഔഷധ സസ്യങ്ങൾ നട്ടുപിടിപ്പിച്ചത്. നമ്മുടെ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ സാർ നമ്മൾ പറയുകയുണ്ടായി, KSRTCയുടെ മുഖച്ഛായ മാറുന്നതിൻ്റെ ഭാഗമായിട്ട് വൃത്തിയുള്ള ഒരു ഡിപ്പോ, പണ്ടോട്ടെ ഇത്തിരി വൃത്തി കുറവുള്ള ഡിപ്പോകളാണ് നമ്മുടെ KSRTC ഉണ്ടായിരുന്നത്. അദ്ദേഹം ചാർജ് എടുത്തതിന് ശേഷം പറഞ്ഞാണ് വൃത്തിയുള്ള ഡിപ്പോ, അതിൻ്റെ ഭാഗമായിട്ട് പരിസരങ്ങൾ ശുചീകരിക്കാനും
കാലാകാലമായിട്ട് കെട്ടിക്കിടക്കുന്ന നിരവധിയായിട്ടുള്ള വേസ്റ്റുകൾ, പ്രത്യേകിച്ച് മെക്കാനിക്കൽ വണ്ടിയുടെ വേസ്റ്റുകൾ, ഗ്രീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റാനൊക്കെ പറയുകയുണ്ടായി. അപ്പോൾ നമുക്ക് തോന്നിയൊരു ആശയമാണ് എന്തുകൊണ്ട് നമ്മുടെ ഡിപ്പോ കുറച്ചും കൂടി മനോഹരമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു പൂന്തോട്ടം തുടങ്ങിയാൽ എങ്ങനെയാണ് നമുക്കൊരു അഭിപ്രായം വന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പൂന്തോട്ടം നമ്മൾ തുടങ്ങി. അതിനുശേഷം നമ്മളിവിടെ ഗാർഡായിട്ട് വന്ന ശ്രീ അശോകൻ, അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ ഇനിഷ്യേറ്റീവ് സാറേ എന്നോട് പറയുകയുണ്ടായി, നമുക്കൊരു പൂന്തോട്ടൊപ്പം തന്നെ കുറച്ച് ആയുർവേദ ചെടികളും കൂടി നമുക്ക് തുടങ്ങാം. അങ്ങനെ ചെറിയതായിട്ട് നമ്മൾ തുടങ്ങി. മൊത്തം എല്ലാ ജീവനക്കാരുടെയും ചെറിയ ചെറിയ സപ്പോർട്ടോടുകൂടി കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഇപ്പോൾ 100-ൽ പരം വിവിധങ്ങളായിട്ടുള്ള ചെടികൾ നമ്മുടെ ഡിപ്പോയിലുണ്ട്. ഡിപ്പോയിലെ താൽക്കാലിക സുരക്ഷാ ജീവനക്കാരൻ KV അശോകന്റെ പ്രയത്നമാണ് ഔഷധത്തോട്ടത്തിന് പിന്നിൽ. ഉപയോഗശൂന്യമായ ബസിന്റെ സ്പെയർ പാർട്ടുകളാണ് പൂച്ചട്ടികളിൽ അധികവും. ആമ്പൽ മുതൽ അനന്തശയനം വരെ ഇവിടെ തളിരിട്ട് സുഗന്ധം പരത്തുകയാണ്. ആമ്പൽ, താമര, പച്ചത്താമര, ബ്രഹ്മി, കുറുക്കി, തൂക്കി, കല്ലൂർ വഞ്ചി, ചെക്കി, ശംഖുപുഷ്പങ്ങളിങ്ങനെ നീളുന്നു പൂന്തോട്ടത്തിലെ സസ്യങ്ങൾ. തന്റെ ആശയത്തിന് എല്ലാവിധ പിന്തുണയും നൽകിയത് ജീവനക്കാരാണെന്നും സംസ്ഥാനത്ത് തന്നെ മാതൃകയാക്കാൻ സാധിച്ചതിൽ അഭിമാനമുണ്ടെന്നും ഔഷധത്തോട്ടത്തിന്റെ പരിപാലകൻ അശോകൻ പറയുന്നു. ഒരു 10-36 ചട്ടി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ മനസ്സിൽ അതെല്ലാം ഇങ്ങനെ സൂക്ഷിച്ചിട്ടുണ്ടായി. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ എൻ്റെ ഓഫീസിലും ഇതുപോലെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ മടിയങ്കുളം ക്ഷേത്രവാലിൻ്റെ മുമ്പിൽ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിലൊരു ധാരണ, ഇവിടെ എന്തെങ്കിലും ആക്കിയാൽ എന്തേന്ന് അങ്ങനെ ചെയ്തു. അപ്പോൾ എൻ്റെ മനസ്സിൽ കിടക്കും ഇങ്ങനെ ഈ ഫിൽറ്റർ വെറുതെ കളയുന്നല്ലേ, കുറച്ച് കളയും. അങ്ങനെ ഈ ഫിൽറ്റർ ഇതാക്കിയിട്ട് അവർ ഒരുപാട് സഹായിച്ചു. ഒരു മെക്കാനിക്കാർ ഫുള്ള് സഹായം, എല്ലാം അവിടെ ക്ലിയർ ആക്കിയിട്ട് വെക്കും. അത് പിന്നെ അതിൽ അടിച്ചിട്ട് എല്ലാം ഓരോ ദിവസം ഓരോ മരുന്നുണ്ട്, അങ്ങനെ വെച്ച് പൊടിപ്പിച്ച്. നാട്ടുവൈദ്യരുടെ കുടുംബമാണ് അശോകന്റേത്. അമ്മ കൊറപ്പാളു, മുത്തശ്ശി ആച്ച എന്നിവരിൽ നിന്നും ഔഷധ സസ്യങ്ങളെക്കുറിച്ചും അറിവ് നേടിയിരുന്നു. KCB മുൻ ജീവനക്കാരനായ അശോകൻ വെള്ളിക്കോത്ത് പൂലോത്ത് വളപ്പ് സ്വദേശിയാണ്. ന്യൂസ് 18 കാസർഗോഡ്. 7 വർഷം മുൻപ് നാട് മുഴുവൻ തെരഞ്ഞു നടന്ന സ്വർണ്ണ ബ്രേസ്ലെറ്റ് സ്വന്തം കാറിനുള്ളിൽ നിന്ന് ലഭിച്ച അമ്പരപ്പിലാണ് ചെർപ്പുളശ്ശേരി നെല്ലായ സ്വദേശി മൻസൂർ. കാർ റിപ്പയർ ചെയ്യുന്നതിനായി വർക്ക്ഷോപ്പിൽ കൊടുത്തപ്പോഴാണ് ബ്രേസ്ലെറ്റ് ലഭിക്കുന്നത്. ആരും ശ്രദ്ധിക്കാതിരുന്ന സ്വർണ്ണാഭരണം ഉടമയെ തിരികെ ഏൽപ്പിച്ചതിന് വർക്ക്ഷോപ്പ് ജീവനക്കാരൻ ഷഹീറിന് നിരവധി അഭിനന്ദനങ്ങളും ലഭിച്ചു. 7 വർഷം മുൻപ് ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനിടെയാണ് മൻസൂറിന്റെ സഹോദരി സമീറയുടെ സ്വർണ്ണ ബ്രേസ്ലെറ്റ് കാണാതാകുന്നത്. അന്ന് മൻസൂറിന്റെ കാറിലായിരുന്നു യാത്ര. കല്യാണ വീട്ടിൽ നിന്ന് മടങ്ങി വരുന്നതിനിടെയാണ് ആഭരണം നഷ്ടമായ കാര്യം ശ്രദ്ധിക്കുന്നത്. തുടർന്ന് 2-3 ദിവസം പലയിടങ്ങളിലായി അന്വേഷണം നടത്തിയെങ്കിലും ബ്രേസ്ലെറ്റ് ലഭിച്ചില്ല. അങ്ങനെ വിഷമത്തോടെ ആ ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു. അടുത്തിടെയാണ് കൊപ്പം പട്ടാമ്പി റോഡിലുള്ള എംപയർ വർക്ക്ഷോപ്പിൽ മൻസൂർ കാർ റിപ്പയർ ചെയ്യാനായി നൽകുന്നത്. സഹകരണ ബാങ്ക് ജീവനക്കാരനായ ഇദ്ദേഹം ജോലി തിരക്ക് കാരണം ഉടൻ മടങ്ങുകയും ചെയ്തു. ഏതാനും മിനിറ്റുകൾക്ക് ശേഷം വർക്ക്ഷോപ്പ് ഉടമ ഷഹീറാണ് ഫോൺ ചെയ്ത് കാറിൽ നിന്ന് ബ്രേസ്ലെറ്റ് ലഭിച്ച കാര്യം അറിയിക്കുന്നത്. ഇന്നലെ വരെ വണ്ടിയുടെ AC വർക്ക് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഡാഷ്ബോർഡിൽ ഉൾഭാഗം അഴിക്കുന്ന സമയത്താണ് ഈ സാധനം എനിക്ക് കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ അത്യാവശ്യം കണ്ടപ്പോൾ കുഴപ്പമില്ലാത്തൊരു ടൂളായിട്ട് തോന്നി. അപ്പോൾ ഞാൻ അവർക്ക് വിളിച്ചു, നിങ്ങളെ തന്നെയാണോ, അങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എന്നാൽ ഫോട്ടോ ഒന്ന് വിട്ട് നോക്കട്ടെ. അവർ വിട്ടപ്പോൾ പറഞ്ഞത് അവർ തന്നെയാണ്, ഇങ്ങനെ 7 വർഷം മുന്നേ നഷ്ടപ്പെട്ടതാണെന്ന് അവർ പറയുകയും ചെയ്തു. അപ്പോൾ അവരെ വിളിച്ചേൽപ്പിക്കുകയും ചെയ്തു. എന്തായാലും കൊടുക്കാൻ പറ്റിയതിൽ സന്തോഷം. കാറിന്റെ AC-യുടെ ഡാഷ്ബോർഡ് അഴിച്ചു നോക്കുന്ന സമയത്താണ് ബ്രേസ്ലെറ്റ് ലഭിച്ചത്. നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച് വിഷമിച്ച് എല്ലാ പ്രതീക്ഷയും ഉപേക്ഷിച്ചപ്പോഴാണ് മൻസൂറിനെ തേടി ഈ ശുഭവാർത്ത എത്തുന്നത്. വിവരമറിഞ്ഞതോടെ സഹോദരി സമീറയ്ക്കും സന്തോഷമായി. ആരെങ്കിലും കയ്യപ്പെട്ടു അവര് കൈവശം വെച്ചിട്ടുണ്ട് എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഷഹീർ എന്ന ഈ നല്ല മനുഷ്യൻ അങ്ങനെ തന്നെ പറയണം. കാരണം ഏകദേശം ഒരു 2.5 പവൻ ഇന്നത്തെ മാർക്കറ്റ് വാല്യൂ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 2 ലക്ഷം രൂപ വില മതിക്കുന്ന ഒരു ബ്രേസ്ലെറ്റ് ആണ് ഇദ്ദേഹം. ഞാൻ പോലും ഇവിടെ ഇല്ല, കാരണം ഈ ഷഹീർ എന്ന ആളെ ഞാൻ മുമ്പ് പരിചയം പോലും ഇല്ല. അങ്ങനെ ഇദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു, വണ്ടിയിൽ നിന്ന് കൺസോളിൽ നിന്ന് ഒരു സ്വർണ്ണ ചെയിന് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് വളരെ സന്തോഷമായി. അപ്പൊ തന്നെ ഇദ്ദേഹം എനിക്ക് ഫോട്ടോ അയച്ചു തന്നു. ഞാൻ എന്റെ സഹോദരിക്ക് അയച്ചു കൊടുത്തു. ഇത് അന്ന് പോയ ബ്രേസ്ലെറ്റ് തന്നെയെന്ന് ഉറപ്പുവരുത്തി. ആരും അന്വേഷിക്കാനില്ലായിരുന്ന ആഭരണം തിരികെ ഏൽപ്പിക്കാൻ കാണിച്ച ഷഹീറിന്റെ മനസ്സിന് മൻസൂർ ഹൃദയത്തിന്റെ ഭാഷയിലാണ് നന്ദി പറഞ്ഞത്. വിവരമറിഞ്ഞതോടെ നാട്ടുകാരുടെ അഭിനന്ദന പ്രവാഹവും വർക്ക്ഷോപ്പ് ഉടമയെ തേടിയെത്തി.
ന്യൂസ് 18 പാലക്കാട്. മൻസൂർ ഈ റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെ തന്നെ ഷഹീറിനാണ് വലിയ കയ്യടി കൊടുക്കേണ്ടത്. ഇത്രയും വലിയ മനസ്സിന് ഉടമയായ ഷഹീർ, ഇന്നത്തെ കാലത്തെ സ്വർണത്തിന്റെ വിലയൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അത്രത്തോളം വലിയ വിലമതിപ്പുള്ള ഒരു ആഭരണമാണ്. ആരുമില്ലായിരുന്നു ഷഹീറിന്റെ കയ്യിൽ ആ ആഭരണം കിട്ടുമ്പോൾ, എന്നിട്ട് പോലും ഉടമയെ കൃത്യമായി വിളിച്ച് പറഞ്ഞ് ആ ആഭരണം തിരികെ നൽകാൻ കാണിച്ച ഒരു മനസ്സ്, അതാ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. എന്തായാലും നല്ലൊരു റിപ്പോർട്ടാണ് കേട്ടത് അല്ലേ. ഇനി നമ്മൾ പോകുന്നത് സ്പെഷ്യൽ ഡേ സെഗ്മെന്റിലേക്കാണ്. മാർനല്ലൂരിലെ അനാമികയുടെ ജന്മദിനമാണിന്ന്. ആശംസകളുമായി ചേരുന്നത് അച്ഛൻ സന്തോഷ് കുമാർ, അമ്മ മോനിഷ എന്നിവരാണ്. അപ്പോൾ അനാമികയ്ക്ക് ന്യൂസ് 18 കുടുംബത്തിന്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. വെരി ഹാപ്പി ബർത്ത്ഡേ അനാമിക. കല്ലറ സ്വദേശിയായ പ്രാർത്ഥനയുടെ ജന്മദിനമാണ് ഇന്ന്. ആശംസകളുമായി ചേരുന്നത് അച്ഛൻ പ്രശാന്തും അമ്മ ആശയുമാണ്. അപ്പോൾ പ്രാർത്ഥന മോൾക്ക് ന്യൂസ് 18 കുടുംബത്തിന്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. വെരി ഹാപ്പി ബർത്ത്ഡേ മോളെ. അപ്പോൾ നമ്മുടെ രാവിലെയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഇനി നമ്മൾ ഒരു ഇടവേളയ്ക്ക് ശേഷം കുറ്റകൃത്യങ്ങളുടെ ലോകത്തെ പ്രധാനപ്പെട്ട വാർത്തകളാണ് കാണാൻ പോകുന്നത്. പോലീസ് പെട്രോളിൽ ടോം കുര്യാക്കോസ് ചേരും. നമസ്കാരം.